Good morning. Good morning, all. First of all, sorry for the delay. I was just connecting, but I don't know what happened. Somehow there is some network issue. Now it is okay. So, എന്നെ നല്ലപോലെ കാണാനും ഓഡിയോ ക്ലിയർ അല്ലേ? ഇഷ്യൂസ് ഇല്ലല്ലോ? Okay. Good morning, all. So, time kalenda. So, who is ready for prayer? Ma'am, I'm ready. Yes, please. Thanks for your love, for your care that made me strong. Thank you, my dear Lord, for the raindrops, for the mountain, for the sunshine that made me peaceful. Thank you, my dear Lord, for the glorious nature, for the greenery valley, for the blue shine sky that made me grateful. Thank you. Who is ready to do sign in and thought of the day? ആരെങ്കിലും ഉണ്ടോ സൈനിങ് ആൻഡ് തോട്ട് ഓഫ് ദ ഡേ? ആരുമില്ലേ? എന്ത്? Ma'am, thought of the day പറയാം. Okay, please. Good morning, all. If you have a dream, never let go of it. Chase it till the end. Make yourself your own competition. Strive to be better than yesterday, and you will find the true essence of life. You are smarter, braver, and much stronger than you think. Thank you. Okay, so and signing. സൈനിങ് ആരെങ്കിലും റെഡി ഉണ്ടോ? സൈനിങ് ഒക്കെ ചെയ്യാൻ ഒരു ബ്ലോക്കിംഗ് ആണോ? That thought was very nice. So it is part 3 unit 1 മറിയ മോണ്ടിസോറി, റൈറ്റ്? നിങ്ങൾ റീഡ് ചെയ്ത് നോക്കിയോ മറിയ മോണ്ടിസോറിയെ പറ്റിയുള്ള ഡീറ്റെയിൽസ്? എവിടെയെങ്കിലും ഗൂഗിൾ ചെയ്യുമ്പോൾ അവരുടെ കുറെ കഥകൾ, അവരുടെ ചൈൽഡ്ഹുഡ്, അവരുടെ സ്കൂൾ, കോളേജ് എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഒന്ന് ഷെയർ ചെയ്യാട്ടോ. ഓക്കെ, നമ്മള് എവിടെ ആയി എന്നൊന്ന് പറയാമോ? കാരണം 2 ബാച്ചിന് ഒരേപോലെ ഇത് പോകുന്നുണ്ട്. അപ്പൊ ആരോ മുമ്പിലാണ്. സോ നമ്മൾ എവിടെ വരെ ആയി? മറിയ മോണ്ടിസോറി എവിടെ വരെ ആയി? ഇതാണോ ലവേഴ്സ് ഓഫ് സയൻസ്? അതാണോ സൈലൻസ്? എനിക്കും ഓർമ്മയില്ല, എനിക്ക് ഓർമ്മയില്ല. അത് മാം പ്രിന്റ് ഔട്ട് എടുത്തില്ല ഇതുവരെ, അതുകൊണ്ടാണ് ഒരു കൺഫ്യൂഷൻ. കയ്യില് അതെ. മാം എടുത്തിട്ടില്ല. മാം അത് ഇൻട്രൊഡക്ഷൻ പറഞ്ഞോളൂ തോന്നുന്നു മരിയ മോണ്ടിസോറിയുടെ കുറിച്ച്. അത്രേ ഉള്ളൂ അല്ലെ? വേറൊരു ബാച്ചിന് പകുതി കൂടുതലായി. അപ്പൊ എനിക്ക് ആരാന്നൊരു പെട്ടെന്നൊരു കൺഫ്യൂഷൻ വന്നു. ഓക്കെ, നമ്മള് സെമിനാർ, അത് സർവേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു അല്ലെ? മറിയ മോണ്ടിസോറിയെ പറ്റി പറയുമായിരുന്നു. അപ്പോ മറിയ മോണ്ടിസോറി ജീവിച്ചിരുന്ന ആ ഒരു ടൈമില് അവര് 2 വാറും ഫേസ് ചെയ്തിരുന്നു. ഫസ്റ്റ് വേൾഡ് വാറും സെക്കൻഡ് വേൾഡ് വാറും.
2 വാറും നടക്കുന്ന സമയത്ത് അവരുണ്ടായിരുന്നു. അപ്പൊ കാരണം അവരുടെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1870 തുടങ്ങി 1952 വരെയാണ്. ഫസ്റ്റ് വേൾഡ് വാർ 1914 തുടങ്ങി 1918 വരെ ഉണ്ടായിരുന്നു. അതായത് അത്രയും വർഷം, 1914 തുടങ്ങി 1918 വരെ. അപ്പം മറിയ മോണ്ടിസോറിക്ക് ആ അറിവ് വെച്ച പ്രായം ആയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് വേൾഡ് വാർ 1939 തുടങ്ങി 1945 വരെ ഉണ്ടായിരുന്നു സെക്കൻഡ് വേൾഡ് വാർ. ആ സമയത്തും അവർക്ക് അറിയാം. ആ 2 വേൾഡ് വാറിന്റെ ആഫ്റ്റർ എഫക്ട്സ് നല്ലപോലെ മനസ്സിലാക്കിയ ഒരു ആളായിരുന്നു മറിയ മോണ്ടിസോറി. അപ്പൊ അവർക്ക് മനസ്സിലായി ആളുകൾ തമ്മിലുള്ള ഈ വാർ, ഇത് ആളുകൾ തമ്മിലല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് വളരെ സ്ട്രോങ് ആയിട്ടുള്ള കൺട്രീസ് തമ്മിലുള്ള, കോണ്ടിനെന്റ്സ് തമ്മിലുള്ള വാറായിരുന്നു ശരിക്കും വേൾഡ് വാർ. ഒരു സൈഡിൽ കുറെ രാജ്യങ്ങൾ ഒരുമിച്ച്, വേറൊരു സൈഡിൽ കുറെ രാജ്യങ്ങൾ ഒരുമിച്ച്, അങ്ങനെയുള്ള വാറായിരുന്നു. എല്ലാം പവറിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. പക്ഷെ ആ വാറിന്റെ ആഫ്റ്റർ എഫക്ട് എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യ ജീവിതത്തെ ഭയങ്കരമായി ബാധിച്ചു. കുറെ പേർക്ക് അവരുടെ റിലേറ്റീവ്സിനെ നഷ്ടപ്പെട്ടു, അവരുടെ ബിലോങ്ങിങ്സ് നഷ്ടപ്പെട്ടു. കുറെ പേര് ഹാൻഡിക്യാപ്ഡ് ആയി, കാല് നഷ്ടപ്പെട്ടു, കൈ നഷ്ടപ്പെട്ടു, കണ്ണ് നഷ്ടപ്പെട്ടു. അങ്ങനെ അവർക്ക് പിന്നീട് ഒരു ലൈവ്ലിഹുഡ്, ഒരു ജോലിക്ക് പോയിട്ട് കഴിയാനുള്ള ആ ഒരു ഹെൽത്ത് നഷ്ടപ്പെട്ടു. ഇതെല്ലാം കണ്ട് വളരെ വിഷമിച്ചു മറിയ മോണ്ടിസോറി, ഡോക്ടർ മോണ്ടിസോറി. അപ്പോ അവർക്ക് മനസ്സിലായി ഇത് മാറ്റണമെങ്കിൽ അഡൾട്ട്സിലല്ല ഇന്റർവെൻഷൻ നടത്തേണ്ടത്, കുട്ടികളിൽ നിന്ന് തുടങ്ങണമെന്ന് മനസ്സിലായി. അപ്പോ ഒരു ചെറുപ്പത്തില് ആ കുട്ടികളിൽ നല്ല കോൺസെൻട്രേഷൻ, നല്ല അവർക്ക് ഒരു എന്താ പറയാ, വളരെ ഇന്നസെന്റ് ആണല്ലോ കുട്ടികള്. അവര് വളരുമ്പോഴാണ് അവരിൽ പല ചേഞ്ചസ് വരുന്നത്, ബിഹേവിയറൽ ചേഞ്ചസ് വരുന്നത്. അപ്പൊ ആ ചേഞ്ചസ് പോസിറ്റീവ് ചേഞ്ചസ് ആക്കാൻ, ഇപ്പൊ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിലും അവന്റെ ഹൈപ്പർ ആക്ടിവിറ്റി പോസിറ്റീവിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ആക്ടിവിറ്റീസ് അവന് പ്രൊവൈഡ് ചെയ്യണമെന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. അവനെ അങ്ങോട്ട് വർക്ക് ചെയ്ത് ടയേർഡ് ആക്കുക. സോ അങ്ങനെ എന്താണോ അവനിലൊരു ഫ്ലോസ് ഉള്ളത് അതിനെ പോസിറ്റീവ് സൈഡിലേക്ക് കൺവേർട്ട് ചെയ്യാന്നുള്ള രീതിയിലുള്ള മെത്തേഡാണ് മറിയ മോണ്ടിസോറി അഡോപ്റ്റ് ചെയ്തത്. അപ്പൊ ആ കുട്ടികളിൽ അത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാല് അവര് അഡൾട്ട് ആവുമ്പോഴും ഈ സെയിം ക്വാളിറ്റീസ് അവരിൽ ഡെവലപ്പ് ചെയ്ത് തന്നെ വരും. അപ്പൊ അവർക്ക് വേറൊരാളെ ഉപദ്രവിക്കാനോ വേറൊരാളെ ഹാം ചെയ്യാനോ, അപ്പൊ അങ്ങനെ അത് വേൾഡ് വൈഡ് ഈ ഒരു മെത്തേഡ് എല്ലാ കുട്ടികളിലും നടക്കുമ്പോൾ ആ ഒരു ഫ്യൂച്ചർ ജനറേഷനില് ഇതുപോലുള്ള വാർ ഉണ്ടാവില്ല, പീസ് ആൻഡ് ഹാർമണി ആയിരിക്കും ഉണ്ടാകുന്നത് വേൾഡ് വൈഡ് എന്നുള്ള രീതിയിൽ തന്നെ ചിന്തിച്ചാണ് അവർ ഈ മെത്തേഡ് അഡോപ്റ്റ് ചെയ്തത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അവരവരുടെ രാജ്യത്ത് മാത്രമല്ല ശ്രമിച്ചത്, അവര് താമസിക്കുന്ന ആ ഒരു ഏരിയയിൽ മാത്രമല്ല, അവരുടെ കൺട്രിയിൽ മാത്രമല്ല, ഒരു ഹോൾ വേൾഡ് പീസ് ആൻഡ് ഹാർമണി എയിം ചെയ്തുകൊണ്ടാണ് ഈ മെത്തേഡ് അഡോപ്റ്റ് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് അത്രയും റെസ്പോൺസിബിലിറ്റിയാണ്. യു പീപ്പിൾ ആർ വെരി മച്ച് കമ്മിറ്റഡ്. നമ്മളുടെ മുന്നിൽ വരുന്ന കുട്ടികളെ അവരെ ഫ്യൂച്ചർ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിൽ ആക്കിയെടുക്കുന്ന ഓരോ മറിയ മോണ്ടിസോറിയുടെ വേർഷൻസ് ആണ് നിങ്ങൾ എല്ലാവരും വരേണ്ടത്. അത് ഓർമ്മ വേണം. അപ്പൊ അതിനനുസരിച്ച് വേണം നമ്മൾക്ക് പോവാൻ. ശരിക്കും മോണ്ടിസോറി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോ എഡ്യൂക്കേഷൻ ആണ്. നമ്മളുടെ ക്ലാസ്സും ആക്ച്വലി ഓട്ടോ എഡ്യൂക്കേഷൻ ആണ്. നമ്മൾ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അതാണ് നിങ്ങൾ സർവേ തന്നെ ചെയ്യാൻ പറഞ്ഞു, റെക്കോർഡ് ചെയ്തുക, അതെല്ലാം പറഞ്ഞു. നമുക്ക് ഓൺലൈനിലുള്ള ഒരു ലിമിറ്റേഷൻ വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ടും ഗൈഡൻസും നമ്മൾ ട്രെയിനേഴ്സിന്റെ സൈഡിൽ നിന്ന് കുറച്ച് കൂടുതൽ കൊടുക്കും. അതേസമയം ഗ്രൗണ്ട് ലെവൽ ആണെങ്കിൽ ഈ ഒരു ഇത് വരില്ല, തന്നെയാണ് കുട്ടികളെല്ലാം ചെയ്യുന്നത്. ബട്ട് അതൊരു കണക്കിന് നല്ലതാണ് കേട്ടോ. കാരണം വെച്ചാല് നമ്മൾ ഭയങ്കര കോൺഫിഡന്റ് ആകും. നമ്മുടെ കുട്ടികളെ കണ്ടിട്ടില്ലേ, അവർക്ക് തന്നെ ഭക്ഷണം കഴിക്കാൻ ഒരു ഏജ് ആകുമ്പോഴേക്കും അവർക്ക് ആ ഒരു കോൺഫിഡൻസ് വരുന്നില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ എപ്പോഴും സ്പൂണിൽ ഫീഡ് ചെയ്ത് അവര് നമ്മളുടെ അവരുടെ ഡ്രസ്സിലാകും, നിലത്തൊക്കെ പോകും, ആകെ മുഴുവൻ കഴിക്കില്ല. അങ്ങനെയൊക്കെ വിചാരിച്ചാണ് നമ്മൾ പലപ്പോഴും ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് പെട്ടെന്ന് അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ളത്, അങ്ങനെ പല പല ഫാക്ടേഴ്സ് ഉണ്ടാവുമായിരിക്കും. ബട്ട് ഒരു തന്നെ ചെയ്യേണ്ട പ്രായമാകുമ്പോൾ അവരിൽ കോൺഫിഡൻസ് വരണമെങ്കിൽ നമ്മൾ അവരെ പ്രാക്ടീസ് ചെയ്യിക്കണം. സോ അതുകൊണ്ടാണ് ഈ റെക്കോർഡ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. റെക്കോർഡ് ഇൻക്ലൂഡ് ചെയ്തു എന്ന് വെച്ചാൽ ദാറ്റ് മീൻസ് നിങ്ങളെ പഠനാക്കുന്നോ, ഇതുപോലെ ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ തരുന്നത് നിങ്ങൾ തന്നെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളുടെ ക്രിയേറ്റിവിറ്റി, തിങ്കിങ്, തോട്ട് പ്രോസസ് എല്ലാം നമ്മളിലും ഡെവലപ്പായി വരും. അപ്പൊ മാത്രമാണ് പെട്ടെന്ന് നമ്മൾ ഭയങ്കര പ്ലാൻഡ് ആയിട്ട് ക്ലാസ് എടുക്കാൻ പോവാന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ കുട്ടികൾ ആ നമ്മൾ പ്ലാൻ ചെയ്ത് കൊണ്ടുപോയത്
കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല ക്ലാസ്സിൽ. സോ നമുക്ക് പെട്ടെന്ന് തന്നെ മാറി ചിന്തിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് പറയുന്നത് നമ്മളെല്ലാം തന്നെ ചെയ്യണം. പെട്ടെന്ന് നമുക്ക് മാറി ചിന്തിക്കണമെങ്കിൽ നമ്മുടെ ക്രിയേറ്റീവ് തിങ്കിങ് അതിനനുസരിച്ച് ഡെവലപ്പ് ആയിട്ട് വരണം. അത് വരണമെങ്കിൽ നമ്മൾ ഇപ്പോഴുള്ള ആക്ടിവിറ്റീസ് എല്ലാം നിങ്ങൾ തന്നെ ചെയ്യുക. ഞങ്ങൾ ഈവൻ തമ്മിൽ തന്നെ ഒന്ന് കാണിച്ചു തരാമോ, റെക്കോർഡിൽ എഴുതിയതൊന്ന് കാണിച്ചു തരാമോ എന്ന് തന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ട്രെയിനീസ് തമ്മിൽ ചോദിക്കാറില്ലായിരുന്നു. കാരണം അത് എല്ലാവർക്കും മനസ്സിലായി അങ്ങനെ അല്ല ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം നല്ലപോലെ ചെയ്യൂ. റെക്കോർഡ്സും ആക്ടിവിറ്റീസും ട്രെയിനറൊക്കെ തരുന്ന, നിങ്ങളുടെ ഫെസിലിറ്റേറ്റർ തരുന്ന റെക്കോർഡും ആക്ടിവിറ്റീസും എല്ലാം നല്ലപോലെ ചെയ്യൂ. ടീച്ചിങ് പ്രാക്ടീസ് മാക്സിമം നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, ആരുടെയും ഒന്ന് ഓഡിയോ ഒന്ന് മ്യൂട്ട് ചെയ്യണേ, ഓണാന്ന്. ഓക്കെ ഫൈൻ. സോ നമുക്ക് ഇതിലേക്ക് പോവാം. അപ്പൊ ഫസ്റ്റ് പാരഗ്രാഫ് നമുക്ക് ഒന്നുകൂടെ വായിക്കാം. ആരാ റീഡ് ചെയ്യാം? നല്ലപോലെ ഓഡിയോ ക്ലിയർ ആവുന്ന ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാമോ? ഞാൻ വായിക്കുന്നു. Montessori method of education. Dr. Maria Montessori, the founder of the Montessori methods of education. ബ്രേക്ക് ആവുന്നു, എനിക്ക് മാത്രമാണോ? ആണോ? ക്ലിയർ ആണോ? നിങ്ങൾക്കൊക്കെ ക്ലിയർ ആണോ? എന്നാ കുഴപ്പമില്ല, വായിച്ചു. എനിക്ക് ബ്രേക്ക് ആയിരിക്കുക. കേൾക്കാൻ പറ്റുന്നില്ലേ? ഇപ്പൊ നീതുവിന്റെ ശബ്ദം ക്ലിയറാ. ഇടയ്ക്കൊന്നും ബ്രേക്ക് ആവുന്നുണ്ടായിരുന്നു. നല്ല റേഞ്ചുള്ള ഭാഗത്ത് തന്നെ ഇരുന്നോളൂ. ഓക്കെ, ആദ്യം മുതൽ എന്നാ വായിക്കാം. Dr. Maria Montessori, the founder of the Montessori methods of education, was an Italian physician and educator, 1870 to 1952. Dr. Montessori evolved her educational philosophy as a result of her observation on how children naturally learn. In spite of economic progress and technological advancement in the world, Dr. Montessori saw the human disputes and suffering instead of peace and harmony continuously plagued the modern world. She believed that the two world wars which she had lived through and exciting social problems like cruelty, oppression and poverty had their roots in the lack of self-fulfillment of the man. Through educating young, she recommended that a new generation of fulfilled and well-balanced adults would arise to lead the world towards peace. Clear ആണോ മാം? ക്ലിയർ ആയിരുന്നു. ഞാൻ ചെയ്തു. ക്ലിയർ ആയിരുന്നു. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ. ആ ഒരു വേൾഡ് വാറിനെ കുറിച്ചൊക്കെ ഒന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാകാനായിട്ട് പറ്റും. നിങ്ങൾ PSC ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ 2 വേൾഡ് വാറിനെ കുറിച്ചും അതെന്തുകൊണ്ടാണ് ആ വാർ ഉണ്ടാകാൻ കാരണം, അതിനുശേഷം ഭയങ്കര ശക്തമായിട്ട് വന്ന രാജ്യം ഏതാണ്, ഇപ്പൊ ഭയങ്കര പവർഫുൾ ആയി നിൽക്കുന്ന രാജ്യം ഏതാണ്, എന്തുകൊണ്ടാണ് എന്നൊക്കെ ഉള്ളതൊക്കെ നമുക്കത് വായിച്ചാൽ മനസ്സിലാവും. തകർന്നടിഞ്ഞു പോയ വലിയൊരു രാജ്യം ഉണ്ടായിരുന്നു. അതെല്ലാം നമുക്ക് വേൾഡ് വാർ വായിച്ചു കഴിഞ്ഞാൽ ഒരു കഥ പോലെ വായിക്കാം. നല്ല അത് വായിക്കാനായിട്ട് പറ്റും. അതിന്റെ സമയത്തുണ്ടായിരുന്ന ഗ്രീഫ്, നഷ്ടങ്ങൾ, മോണ്ടിസോറി തന്നെ പറയുന്നതല്ല, ഭയങ്കര ക്രൂവൽറ്റി, പോവേർട്ടി, ദാരിദ്ര്യം, അതെല്ലാമാണ് അവർ കാണുന്നത്. അങ്ങനെ കുറെ സോഷ്യൽ പ്രോബ്ലംസ് എക്സിസ്റ്റ് ചെയ്തു. വാറ് കഴിഞ്ഞിട്ടും സോഷ്യൽ പ്രോബ്ലംസ് എക്സിസ്റ്റ് ചെയ്തു. നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം, 1945 സെക്കൻഡ് വേൾഡ് വാർ അവസാനിക്കുമ്പോൾ കുറെ രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിന്നു. ഇനി ഇതുപോലുള്ള വേൾഡ് വാർ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അതിനെ ഒട്ടും അനുകൂലിക്കില്ല എന്ന് പറഞ്ഞു. നമുക്ക് വളരെ അഭിമാനപൂർവ്വം പറയാം, നമ്മളുടെ ഇന്ത്യ ആ ഒരു ഭാഗത്തായിരുന്നു. ഇന്ത്യക്ക് ഒരിക്കലും ജനങ്ങളെ ദുരിതത്തിലാക്കണം എന്നൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. കൂടുതലും ഏഷ്യൻ കൺട്രീസ് എല്ലാം ആ ഒരു സ്റ്റാൻഡിൽ തന്നെയായിരുന്നു. സൗത്ത് ആഫ്രിക്ക, ഏഷ്യൻ കൺട്രീസ് എല്ലാം അങ്ങനെ തന്നെ പറഞ്ഞു നിന്നു. ഞങ്ങൾ ആരും അതിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കില്ല എന്ന് അവര് വളരെ വ്യക്തമായിട്ട്, ആ സമയത്ത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ജവഹർലാൽ നെഹ്റു അന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അദ്ദേഹം നമുക്ക് ഫ്രീഡം കിട്ടിയിട്ടില്ല, എന്നാലും 1945 വേൾഡ് വാർ കഴിഞ്ഞ് അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ കഴിഞ്ഞ് നമ്മളുടെ ഫ്രീഡം കഴിഞ്ഞ് അതായ സമയത്ത് ഐക്യരാഷ്ട്ര സംഘടന കോൺഫറൻസ് ഒക്കെ വിളിക്കുമ്പോൾ വളരെ ശക്തമായി തന്നെ
നമ്മളുടെ നിലപാട് നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഒരു വാർ വന്നാൽ ഒരിക്കും, അല്ലെങ്കിൽ അതല്ലേ പലപ്പോഴും വാറൊക്കെ വരുമ്പോൾ റെഫ്യൂജീസിനെ നമ്മൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും, അവർക്ക് വേണ്ടുന്ന സ്ഥലങ്ങളും എല്ലാം കൊടുക്കാറുണ്ട്. അങ്ങനെ നമ്മള് ഞാൻ ചെറുപ്പത്തിലൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ പലതും അങ്ങനെ കേട്ടിട്ടുണ്ട്. ബട്ട് കുറച്ചുകൂടെ റീഡിങ് ഹാബിറ്റ് വന്നപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇതെല്ലാം വീണ്ടും വായിച്ചപ്പോ ശരിക്കും ഉള്ളിൽ ഇങ്ങനെ നമുക്കൊരു ഹെവിനെസ്, ഇവിടെ ഒരു പെയിൻ ഒക്കെ ഫീൽ ചെയ്തത്. മറ്റേതെന്താ സ്കൂളിൽ പഠിക്കുമ്പോ എന്താ ഹിസ്റ്ററി ഒക്കെ പഠിക്കുന്നത് പരീക്ഷ എഴുതാൻ വേണ്ടി, അങ്ങനെ ഒരു ഇൻട്രസ്റ്റിൽ ഞാൻ പഠിക്കാത്ത ഒരു വിഷയമായിരുന്നു ഹിസ്റ്ററി. സയൻസ് ഒക്കെ പിന്നെ മാത്സ് ഒക്കെ പിന്നെ ഇഷ്ടമായിരുന്നു. ഹിസ്റ്ററി പരീക്ഷ എഴുതണം എന്നുള്ള ഉദ്ദേശം മാത്രമായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ വായിച്ചപ്പോഴാണ് ഭയങ്കര ഫീൽ ചെയ്തത് നമ്മുടെ ഇൻഡിപെൻഡൻസിന്റെ സ്ട്രഗിളും. നിങ്ങളും റീഡ് ചെയ്യൂ പല കാര്യങ്ങളും, പഴയത് കുട്ടികളുടെ ടെക്സ്റ്റ് എടുത്ത് വായിച്ചാലും മതി. അവരുടെ ടെക്സ്റ്റിൽ നിന്ന് തന്നെ കുറെ ഡീറ്റെയിൽസ് കിട്ടും. പറയണം നമ്മളുടെ കുറെ ഇതുപോലുള്ള ആൾക്കാര്, ഈ സോഷ്യൽ റീഫോമേഴ്സ്, സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ലൈഫ് തന്നെ മാറ്റിവെച്ച കുറെ പേരുണ്ടല്ലോ, അവരുടെ ഓരോരുത്തരുടെയും കഥകൾ വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും അവരെന്തോരം സ്ട്രഗിൾ ചെയ്തു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് അപ്പൊ നമുക്ക് മനസ്സിലാവും. സോ അങ്ങനെ അവരപ്പൊ ന്യൂ ജനറേഷൻ ഓഫ് ഫുൾഫിൽഡ് വെൽ ബാലൻസ്ഡ് അഡൽട്സ് അത് വേണം. എന്തിനാണ്? വേൾഡിനെ ടുവേർഡ്സ് പീസിലേക്ക് കൊണ്ടുപോകാൻ. അത് അഡൽട്സിൽ പോയിട്ട് അവരെ നന്നാക്കുക എന്നുള്ളതല്ല, ചെറുപ്പത്തിലേ തുടങ്ങുക. എന്ന് പറയില്ലേ, കതിരിൽ വെള്ളം വെച്ചിട്ട് കാര്യമില്ല, ആ റൂട്ടിൽ നിന്ന് തുടങ്ങുക. ചെറുപ്പത്തിലേ അവർക്ക് വേണ്ടുന്നതെല്ലാം പ്രൊവൈഡ് ചെയ്ത് അവരെ ഒരു പ്രോപ്പർ എൻവയോൺമെന്റിൽ അവരെ നർച്ചർ ചെയ്ത് കൊണ്ടുവരുവാണെങ്കിൽ, നമുക്കറിയാലോ നമ്മുടെ കുട്ടികൾ നല്ലൊരു എൻവയോൺമെന്റിലാണ് വളരുന്നതെങ്കിൽ അവർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ അവര് നല്ല ആക്റ്റീവ്, നല്ല ചൈൽഡായിട്ട് മുന്നോട്ട് പോകുന്നുള്ളത് അതൊക്കെ നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പൊ മോണ്ടിസോറി അതിന് വേണ്ടിയിട്ട് ഒരു എൻവയോൺമെന്റ് പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്തത്, മറിയാം മോണ്ടിസോറി. ആ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രപഞ്ചത്തിന്റെ, നമ്മുടെ യൂണിവേഴ്സിന്റെ ഒരു കൊച്ചു വേർഷൻ ആയിരുന്നു, മിനിയേച്ചർ വേർഷൻ ആയിരുന്നു. അപ്പൊ 3 to 6 ഇയേഴ്സില് കുട്ടികൾ ആ മിനിയേച്ചർ എൻവയോൺമെന്റിൽ, മിനിയേച്ചർ യൂണിവേഴ്സില് അവര് വളരും, അവര് പഠിക്കും കാര്യങ്ങൾ. അതെല്ലാം കഴിഞ്ഞ് ആഫ്റ്റർ 6 ഇയേഴ്സ് അവര് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നത് അവര് കണ്ട മിനിയേച്ചർ വേൾഡിന്റെ ഒരു ബിഗർ വേർഷൻ ആണ്. അവർക്കൊരു അപരിചിതത്വം ഇല്ല, അവർക്കറിയാം എങ്ങനെ പെരുമാറണം എന്നുള്ളത് അവർക്കറിയാം. അതായിരുന്നു മോണ്ടിസോറിയുടെ മെത്തേഡ്. ഓക്കെ, നെക്സ്റ്റ് 2 പാരഗ്രാഫ്സ് ആയിട്ട് ആർക്കെങ്കിലും വായിക്കാമോ? ഓഡിയോ നല്ല ക്ലിയർ ആയിട്ടുള്ളവർ ആരെങ്കിലും വായിക്കാമോ? എല്ലാവരുടെയും കുഴപ്പമുണ്ടാവില്ല, നമ്മളുടെ അവിടെ ഇവിടെയൊക്കെ നെറ്റ്വർക്ക് ഇഷ്യൂന്റെ കറക്റ്റ് പൊസിഷൻ. യെസ്. Okay, ma'am. While she was working as a medical practitioner, she had to manage some feeble-minded children. She found that mental breakdown is caused by the dullness of senses, and hence by training their senses by could be helped to learn better. Later, she designed methods for sensory training of normal children too. Thus, she got into the field of education and became a renowned educationist by organizing the special method known after her name as the Montessori method. While society had often inclined to focus on the adult, Montessori believed that as the adult came into being from the child through the years of hard work, patience, care, study, and practice, centered on the protection of children's rights and welfare would be the key to progress in society. However, Montessori observed that education silently was not good enough unless parents and teachers had the right assumption about children. ഓക്കെ, മോണ്ടിസോറി ആദ്യം ടെക്നിക്കൽ ഫീൽഡിലായിരുന്നു, ആദ്യം സ്കൂള് കഴിഞ്ഞ് കോളേജ് ഇത് ചെയ്തത്. പക്ഷെ അവർക്ക് മനസ്സിലായി അവർക്ക് ഇതിനേക്കാളും മെഡിക്കൽ ഫീൽഡിലേക്ക് പോകുന്നതാണ്. അങ്ങനെ അവർ സ്വിച്ച് ചെയ്യുവാണ്, ടെക്നിക്കൽ സൈഡിൽ നിന്ന് മെഡിക്കൽ സൈഡിലേക്ക് സ്വിച്ച് ചെയ്യുക. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോണ്ടിസോറി ആ മെഡിക്കൽ കോളേജ്, അവിടെ മെഡിക്കൽ ഇതിൽ പഠിക്കുന്ന സമയത്ത് അവരൊരു ലേഡി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു കാലഘട്ടം ഓർത്ത് 1870 തുടങ്ങി 1952 വരെയാണ് അവരുടെ ഒരു സമയം. അപ്പൊ 1870 എന്ന് പറയുമ്പോൾ ഒരു 1890 മുമ്പ് അവർ മെഡിക്കൽ ഫീൽഡിലേക്ക് കടന്നിട്ടുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. 17-18 ഇയേഴ്സ് ആകുമ്പോഴേക്കും നമ്മളുടെ ഇപ്പൊ MBBS പോകുന്ന ഒരു പ്രായം പോലെ. അപ്പൊ ആ സമയത്ത് സ്ത്രീകൾ പൊതുവെ എഡ്യൂക്കേഷനിലേക്ക് പോകുന്നത് വളരെ കുറവായിരുന്നു. പക്ഷെ ഇവരുടെ ഫാമിലിയുടെ സപ്പോർട്ടും എല്ലാം കൊണ്ടും ഇവർക്ക് പഠിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അങ്ങനെ അവര് ചെല്ലുമ്പോൾ ഇവരൊരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ ക്ലാസ്സിൽ.
അപ്പൊ കുറേ ചലഞ്ചസ് അവര് നിങ്ങൾ വായിക്കണം, അതെല്ലാം കുറേ ചലഞ്ചസ് എങ്ങനെയാണ് അവർ പഠിച്ചു വന്നെന്നുള്ളത് നമ്മൾ അറിയണമല്ലോ. അവരുടെ പ്രൊഫഷൻ തുടങ്ങിയാണ് നമുക്കിതിലുള്ളൂ, പക്ഷെ അവരെങ്ങനെ പഠിച്ചു വന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ അവര് കുറെ കുട്ടികളുടെ ഒപ്പം ഒരു പെൺകുട്ടി മാത്രം മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ കൂടിയും നമ്മൾക്കറിയാം അവർ ഹ്യൂമൻ അനാട്ടമി നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ഡെഡ് ബോഡീസിലാണ് അവർ കൂടുതലും പ്രാക്ടീസ് ചെയ്യുന്നത്, അല്ലാതെ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ കെഡാവർ കോപ്സ്, CORPSES. അപ്പൊ ഈ കോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്സിലെ ഫോർമാലിനിലൊക്കെ മുക്കി ഇത് മരുന്നൊക്കെ ചെയ്ത് ഫുൾ നൂഡായിട്ടുള്ള ബോഡി ആയിരിക്കും. അപ്പൊ ഇത്രയും ആൺകുട്ടികളുടെ കൂടെ ഒരു പെൺകുട്ടി നൂഡായിട്ടുള്ള ഒരു ഡെഡ് ബോഡി ഒക്കെ ആവുമ്പോഴേക്കും പലപ്പോഴും ബോയ്സ് ഇങ്ങനെ പലതും പറഞ്ഞ് ചിരിക്കും. അപ്പൊ അങ്ങനെയുള്ള പല ചലഞ്ചസും ഇപ്പോഴാണ് ആൾക്കാർ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആയത്. അന്നത്തെ ആ ഒരു ഇതില് ഒരു പെൺകുട്ടിക്ക് ഒരു എംബാരസിങ് സിറ്റുവേഷൻ ആയിരിക്കും, അല്ലാതെ അവര് ചൂളിപ്പോകുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിരിക്കാം. എന്നിട്ടും അവരുടെ അക്കാദമിക്സ് നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞ് ഇവരൊരു മെഡിക്കൽ പ്രാക്ടീഷണർ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ഭയങ്കര ലോ ലെവൽ ആയിട്ടുള്ള കുട്ടികളെ ഡീൽ ചെയ്യേണ്ട വന്നു. വെച്ചാൽ മാനസികമായ വളർച്ച പൂർത്തിയാകാത്ത രീതിയിൽ ഒരു ലോ IQ-ലൊക്കെ വരുന്ന കുട്ടികളെ അവർക്ക് ഡീൽ ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പൊ ഇവർക്ക് മനസ്സിലായി പലപ്പോഴും ഈ കുട്ടികളുടെ ഈ മെന്റൽ ബ്രേക്ക് ഡൗൺ അത് അവരുടെ സെൻസസ്. ഒരു കുട്ടിയെ നമ്മൾ വിളിക്കുമ്പോൾ, ഇപ്പൊ നമ്മളുടെ വീട്ടിലൊക്കെ കുഞ്ഞു കുട്ടികളൊക്കെ വലുതായി വരുന്നുണ്ട്, അവരുടെ പേര് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ പേര് വിളിക്കുമ്പോൾ അവർക്കറിയാം എന്നെയാ വിളിക്കുന്നതെന്ന്. അവര് തിരിഞ്ഞു നോക്കും, ഓടി വരും, അങ്ങനെയൊക്കെ അല്ലെ, ചിരിക്കും, അങ്ങനെയൊക്കെ. പക്ഷെ ഇങ്ങനെയുള്ള കുട്ടികളിൽ അവർക്ക് ആ ഒരു സെൻസ് ഇല്ല. ഞാനൊരു സ്പെഷ്യൽ സ്കൂളിൽ പോയപ്പം അവിടെ എനിക്ക് പരിചയമുള്ള ഒരു മോനുണ്ടായിരുന്നു, 23 years. അവൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ മറ്റുള്ളവരുടെ സഹായം വേണം, സംസാരിക്കാൻ പറ്റില്ല, ഇങ്ങനെ ഭയങ്കര ഒരു ഒച്ചയൊക്കെയാണ് എടുക്കുന്നത്, വലിയ തല, ബോഡി ചെറുത്, അങ്ങനെയുള്ള ഒരു കുട്ടി. അപ്പോ ഈ കുട്ടിയുടെ അമ്മ ഒരു 1 year ബാക്ക് മരിച്ചുപോയി. അപ്പൊ അമ്മയാണ് എല്ലാം ചെയ്തിരുന്നത്. അമ്മ രാത്രി ഇവൻ എണീക്കുമ്പോ ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കും, അതിഷ്ടം. അങ്ങനെ എണീറ്റ് കഴിയുമ്പോ ചായയൊക്കെ കുടിക്കാനായിട്ട്. അമ്മ മരിച്ചുപോയത്, അമ്മ ക്യാൻസർ ഒന്നും പറ്റിയത്, അമ്മ മരിച്ചുപോയത് ഈ മോൻ അറിഞ്ഞിട്ടില്ല. കാരണം അവർക്ക് ആ ഒരു സെൻസ് ഇല്ല, ആ ഒരു ഇമോഷൻസ് ഇല്ല, സെൻസ് ഇല്ല. എണീക്കുമ്പോ ഇവന് ചായ കിട്ടാറുണ്ട്, അത് തരുന്നത് അമ്മയാണ്, അത് ഓർമ്മയുണ്ട്. രാത്രി ഇതുപോലെ എണീറ്റ് കാണാതാവുമ്പോ ഫുൾ വീട് മുഴുവൻ അന്വേഷിച്ച് ഇങ്ങനെ നടക്കും, വീടും പരിസരവും ഒക്കെ. കാണാതെ വരുമ്പോ ഭയങ്കരമായിട്ട് അലറും. അപ്പൊ അതാണ്. അപ്പൊ ഈ മെന്റൽ ബ്രേക്ക് ഡൗൺ സംഭവിക്കുമ്പോൾ ഇവരുടെ സെൻസസിൽ പ്രോബ്ലം വരുന്നു. നമുക്ക് എത്ര സെൻസസ് ഉണ്ട്? 5. ഏതൊക്കെയാ? Vision, auditory, യെസ്, olfactory, kinesthetics, and gustatory ആണോ? ഗസ്റ്റേറ്ററി, ടേസ്റ്റ് അല്ലെ. അപ്പൊ ആ 5 സെൻസും നമ്മളിപ്പോ ഈ പറഞ്ഞ 5 സെൻസും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാറില്ലേ? കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, സ്മെല് ചെയ്യുന്നുണ്ട്, ടേസ്റ്റ് ചെയ്യുന്നുണ്ട്, ടച്ച് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്, എല്ലാം നമുക്കറിയാം. ഈ സെൻസസ് പ്രോപ്പറായി നടക്കാത്ത ആൾക്കാരുണ്ടെങ്കിലോ? കഴിഞ്ഞ ദിവസം നിങ്ങൾ സെമിനാർ എടുത്തില്ലായിരുന്നോ? എന്തിനെ കുറിച്ചാ സെമിനാർ എടുത്തേ? ഹെലൻ കെല്ലറുടെ ഏത് സെൻസ് യൂസ് ചെയ്താ ഹെലൻ കെല്ലർ പഠിക്കാൻ തുടങ്ങിയത്? ജനിച്ചപ്പോ 5 സെൻസും വളരെ ആക്റ്റീവ് ആയിരുന്നു. പക്ഷെ ഒരു അസുഖം വന്നിട്ടാണ് ഹെലൻ കെല്ലറുടെ സെൻസസ് നഷ്ടപ്പെടുന്നുണ്ട്. ഏതൊക്കെ സെൻസ് നഷ്ടപ്പെട്ടെ? വിഷൻ ആൻഡ് ഓഡി, 2 സെൻസ് നഷ്ടപ്പെട്ടു. വളരെ ഇമ്പോർട്ടന്റ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളെല്ലാം ഞാൻ കണ്ണ് കെട്ടി ഇവിടെ വെച്ചേക്കുക. കണ്ണ് മാത്രമല്ല, ചെവിയും ഭയങ്കരമായി മൂടി കെട്ടി വെച്ചിരിക്കുക. നിങ്ങൾക്കൊന്നും കാണാൻ പറ്റുന്നില്ല, കേൾക്കാൻ പറ്റുന്നില്ല. എത്ര സമയമായിരിക്കും? നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അല്ലെ? ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. സോ അതുപോലെ കുട്ടികളുടെ സെൻസസിലെ ഒരു ഡൾനെസ് ആണ് ഇവർക്ക് ഈ മെന്റൽ ബ്രേക്ക് ഡൗൺ വരുന്നതെന്ന് മറിയാം മോണ്ടിസോറിക്ക് മനസ്സിലായി. സോ ആ സെൻസസ് വെച്ചിട്ട് അവരെ ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് വ്യത്യാസം വരുന്നത് മനസ്സിലായി. മറിയാം മോണ്ടിസോറിയുടെ ഒപ്പീനിയനില് കുട്ടികളുടെ ഡെവലപ്മെന്റ് 2 ആക്ഷൻസിലാണ് നടക്കുന്നത്. ഞാൻ പറഞ്ഞതാണ്, ഏതൊക്കെയാണെന്ന് അറിയാമോ? Motor and Yes.
മോട്ടോർ ആൻഡ് സെൻസറി ആക്ഷൻസ്. ഈ രണ്ട് ആക്ഷൻസ് ആണ് കുട്ടികളുടെ ഡെവലപ്മെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ്. മൂവ്മെന്റ് അതൊരു വലിയ കീ ഫാക്ടർ ആണ് ഇവരുടെ ഡെവലപ്മെന്റ് എന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. അവർ എപ്പോഴും നടന്നുകൊണ്ടിരിക്കണം, എപ്പോഴും അവർ കൈകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് മോണ്ടിസോറി ക്ലാസ് റൂമിൽ സാധാരണ ക്ലാസ് റൂമിൽ കാണുന്ന പോലെ ചെയറോ, സാധാരണ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കാൻ നേരത്തെ എങ്ങനെയാ, ഒരു ചെയർ ഇടും, ആ ചെയറിൽ ആ പീരീഡ് കഴിയുന്നവരെയും നമ്മൾ അവിടെ തന്നെ ഇരിക്കണം. ടീച്ചർ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് എണീപ്പിക്കോ, ക്വസ്റ്റ്യൻ ചോദിക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചോക്ക് എടുത്ത് സ്റ്റാഫ് റൂമിൽ നിന്ന് വരാൻ പറയാം, അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ വിത്ത് ദ പെർമിഷൻ ഓഫ് ടീച്ചർ മാത്രമാണ് നമുക്ക് അവിടെ നിന്ന് അനങ്ങാൻ പറ്റുള്ളൂ, അല്ലെ? അവിടെ കിടന്ന് ഒന്ന് ഡിസ്റ്റർബ്ഡ് ആയ എന്താ അവിടെ പ്രശ്നം എന്നൊരു ചോദ്യം അവിടെ നിന്ന് വരും. ഇവിടെ അങ്ങനെയല്ല. ചിൽഡ്രൻ ഹാവ് ഓൾ ദ ഫ്രീഡം ടു മൂവ് അറൗണ്ട്, ഇൻ ആൻഡ് അറൗണ്ട്. അത് പുറത്തേക്കും പോവാം. മോണ്ടിസോറി ക്ലാസ് റൂമുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് റൂമും ഔട്ട്സൈഡ് ഇല്ലേ, പുറത്തില്ലേ, അവിടെയൊക്കെ ഗാർഡൻ ഉണ്ടാവും. അതെല്ലാം എല്ലാമായിട്ട് കണക്ട് ചെയ്യുന്ന വരാന്താസ് നിറയെ ഉണ്ടാവും. കുട്ടികൾക്ക് ഈ വരാന്തയിലൂടെ തന്നെ ഇറങ്ങി പുറത്തേക്ക് പോവാം. അങ്ങനെ എല്ലാ ഫ്രീഡം ഉണ്ട്. അതിനി നമുക്ക് വരുന്നുണ്ട് ആ ഒരു സെഷൻ, അപ്പോഴേക്കും അത് മനസ്സിലാവും. സോ അങ്ങനെയുള്ള കുട്ടികളെ ഇവർ ഡീൽ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇവര് അങ്ങനെ സെൻസറി ട്രെയിനിങ് കൊടുക്കാൻ തുടങ്ങി. സെൻസറി ട്രെയിനിങ് കൊടുക്കാൻ തുടങ്ങിയപ്പം അത് വളരെയധികം ഹെൽപ്പ് ചെയ്തു, അവരുടെ ലേണിംഗ് ബെറ്റർ ആക്കാൻ ഹെൽപ്പ് ചെയ്തു. സ്പെഷ്യൽ സ്കൂളിൽ പോയപ്പം അവിടെയും ഇതുപോലെ തന്നെയായിരുന്നു. ലേണിംഗ് ത്രൂ സെൻസറി ആക്ഷൻസിലൂടെയായിരുന്നു. അവിടെ ഇങ്ങനെ പല കാറ്റഗറൈസ് ചെയ്ത് കുട്ടികളെ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റുന്നവര്, ഒന്നും പറ്റാത്തവര്, അങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഓരോന്നിനും ഓരോ കെയർ ടേക്കേഴ്സും ഉണ്ട്. പിന്നെ ഏജ് വൈസ് ഒരു 18 വയസ്സാകുമ്പോഴേക്കും ഇവരെ വൊക്കേഷണൽ ട്രെയിനിങ്ങിലേക്ക് കൊണ്ടുപോകും. ഈ കുട്ടികളെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന കുട്ടികളെ വൊക്കേഷണൽ ട്രെയിനിങ്ങിലേക്ക് കൊണ്ടുപോകും. ഈ ചെയ്യാൻ പറ്റുന്നവരിലെ തന്നെ കൈകൾക്കൊക്കെ എന്തെങ്കിലും ഒരു ഡിഫോർമേഷൻ ഉണ്ടാവും. അപ്പൊ അവർക്കൊരു പേപ്പർ ബാഗ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിന്റെ പിടിയായിട്ട് ആ ഒരു ത്രെഡ് ഇടാനുള്ള ആ ഒരു ആക്ടിവിറ്റി ആയിരിക്കും അവരെ കൊണ്ട് പറ്റുന്നത്. അവരത് ചെയ്യും. ചില കുട്ടികൾക്ക് പെയിന്റ് ചെയ്യാൻ, അതായത് ക്രിസ്മസ് ടൈം ആകുമ്പോൾ ക്രിസ്മസ് ട്രീയില് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഇങ്ങനെ ഹാങ് ചെയ്തിടില്ലേ, അത് ഇവര് വുഡൻ പീസ് വെച്ചുണ്ടാക്കും. നല്ലതുപോലെ കൈ മൂവ് ചെയ്യുന്ന കുട്ടികൾ ആ വുഡൻ പീസ് കട്ട് ചെയ്ത് അവരത്, അവർക്ക് കുറച്ച് കാർപ്പൻട്രി ഒക്കെ അറിയണം, അപ്പൊ അവരത് ചെയ്യും. അത്രയും കൈ വഴങ്ങില്ലാത്ത കുട്ടികൾ അത് പെയിന്റ് ചെയ്യും. പിന്നെ അതില് ഹോൾ ഉണ്ടെങ്കിൽ അതിൽ നല്ല ത്രെഡ് അവർ കോർത്ത് വയ്ക്കും. അങ്ങനെ അവരത് ഇടും. പിന്നെ അവിടെ സ്റ്റിച്ച് ചെയ്യുന്ന കുട്ടികളുണ്ടായിരുന്നു, പിന്നെ പടം വരയ്ക്കുന്ന കുട്ടികളുണ്ടായിരുന്നു. ഈ ഡ്രസ്സിൽ ഡിസൈൻ ചെയ്ത് അത് പെയിന്റ് ചെയ്ത് അങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനെ പിന്നെ സ്റ്റിച്ചിങ് ചിലപ്പോ എല്ലാ സ്റ്റിച്ചും പ്രോപ്പർ ആയിട്ട് അറിയില്ല. അപ്പൊ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഈ പട്ടുസാരികളൊക്കെ നമ്മൾ പ്രത്യേകമല്ലേ അലമാരികളിൽ സൂക്ഷിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് വളരെ നൈസ് ആയിട്ടുള്ള കോട്ടൺ ക്ലോത്ത് ഒരു ബാഗ് പോലെ, അതായത് അപ്പം ആ ഒരു 3 സൈഡ്സ് സ്റ്റിച്ച് ചെയ്താൽ മതിയല്ലോ, അത് പഠിപ്പിക്കും. അതാകുമ്പോൾ അവർ പെട്ടെന്ന് അതിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ സാരി വെച്ച് പിന്നെ അതിനൊരു ബട്ടൺ പോലെ ഉണ്ടാവും കവർ ചെയ്യാനായിട്ട്. അങ്ങനെ വെക്കുന്ന ടൈപ്പ് കവറുകളൊക്കെ അവരവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും രസം എന്ന് വെച്ചാല് ഇവരിത് സെല്ല് ചെയ്യും. സെല്ല് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു 80% ഈ കുട്ടികൾക്ക് അലവൻസ് പോലെ കൊടുക്കും. അങ്ങനെയൊക്കെ നല്ലൊരു രീതിയിൽ. പിന്നെ അവിടെ കാറ്ററിംഗ് ഉണ്ട്. നമ്മൾ നേരത്തെ പറയണം, ഇത്ര പേരെന്ന് പറഞ്ഞാൽ അത്ര പേർക്ക് തന്നെ അവരുണ്ടാക്കും. അതില് കുറയാൻ പാടില്ല, കാരണം വേസ്റ്റ് ചെയ്യാൻ അവർ സമ്മതിക്കില്ല. അത് ഉണ്ടാക്കുന്നത് കുക്കിംഗ് അറിയാവുന്ന കുട്ടികളെയാണ്. പിന്നെ ക്രിസ്മസ് ടൈം ആവുമ്പോൾ അവർ കേക്ക് ഉണ്ടാക്കും. അതൊക്കെ ഒരു പ്ലം കേക്ക് ആയതുകൊണ്ട് നേരത്തെ അതെല്ലാം മിക്സ് ചെയ്തൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. വലിയൊരു യൂണിറ്റ് ഒക്കെ തന്നെ ഉണ്ട് കേക്ക് ഒക്കെ ഉണ്ടാക്കാൻ. അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്യുക കേട്ടോ. സ്പെഷ്യൽ സ്കൂൾ വിസിറ്റ് ചെയ്താൽ നമുക്ക് കുറേയൊക്കെ മോണ്ടിസോറി മെത്തേഡ് മനസ്സിലാവും. മോണ്ടിസോറി സ്കൂളും പറ്റിയാൽ വിസിറ്റ് ചെയ്യാം. ഓക്കെ, സോ അങ്ങനെ ചെയ്തു. അപ്പൊ ഇവരെന്ത് ചെയ്തു, ഈ സ്പെഷ്യൽ കുട്ടികളെ ഇങ്ങനെ ടേക്ക് കെയർ ചെയ്ത സമയത്ത് ഇവർക്ക് തോന്നി നോർമൽ ചിൽഡ്രനിൽ ഈ സെൻസറി ട്രെയിനിങ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാന്ന്. അപ്പൊ അവര് സ്പെഷ്യൽ കുട്ടികളിൽ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ നല്ല റിസൾട്ട്, നോർമൽ കുട്ടികളിൽ അപ്ലൈ ചെയ്തപ്പോൾ റിസൾട്ട് വളരെ കൂടുതലായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം അവരുടെ പേരിൽ തന്നെ പിൽക്കാലത്ത് അറിയുന്ന മോണ്ടിസോറി മെത്തേഡ് എന്നുള്ള രീതിയിൽ അത് ഫോം ചെയ്തു. പലപ്പോഴും സൊസൈറ്റി എന്താ അഡൾട്ടിലാണ് ഫോക്കസ് ചെയ്യുന്നത്, അല്ലെ? പ്രായമായ ആളുകളിലാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ ഈ അഡൾട്ട് വരുന്നത് എന്താ, ത്രൂ ദ ചൈൽഡ്ഹുഡ് ആണ് അഡൾട്ടായി മാറുന്നത്. അപ്പൊ ആ ചൈൽഡ്ഹുഡിൽ തന്നെ വേണ്ടുന്നത് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അഡൾട്ട് ആവുമ്പോൾ വളരെ നല്ലൊരു മാഗ്നിഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും വരുന്നത്.
ചൈൽഡ്ഹുഡ് പല രീതിയിലും അവരെ കെയർ ചെയ്യണം. അമ്മമാരായ നമ്മൾക്കറിയാം കുട്ടികൾ നമ്മളെ എങ്ങനെ കെയർ ചെയ്തു എന്നുള്ളത്. അവരെ ആദ്യമായിട്ടൊക്കെ ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതം, അയ്യോ ഇവരെ എനിക്ക് നോക്കാൻ പറ്റുമോ, ഞാൻ എങ്ങനെ ഇവർക്ക് ഭക്ഷണം കൊടുക്കും, എങ്ങനെ കുളിപ്പിക്കും, അങ്ങനെയെല്ലാം കൺഫ്യൂഷന്. പക്ഷെ നമ്മുടെ കയ്യിലൂടെ തന്നെ അവർ വളരുക. ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നു, നമ്മളുടെ കയ്യിലൂടെ തന്നെ അവർ വളരും. അവരുടെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ, അല്ലെങ്കിൽ അവരൊന്ന് കരയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തിനാണെന്നുള്ളത്. ഓക്കെ, അവരുടെ നോട്ടമൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന നമുക്ക് തീർച്ചയായിട്ടും ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡീൽ ചെയ്യാനായിട്ട് എന്തായാലും പറ്റും. ഇപ്പൊ കുട്ടികളുടെ റൈറ്റ്സും വെൽഫെയറും എല്ലാം കൺസിഡർ ചെയ്ത് വേണം ഇവരിലെ ഡെവലപ്മെന്റ് ശ്രദ്ധിക്കാൻ. അത് സൊസൈറ്റിയുടെ ഒരു പ്രോഗ്രസിന് തന്നെ കാരണമാകും. പിന്നെ മോണ്ടിസോറി പറയുന്നത് എഡ്യൂക്കേഷൻ മാത്രം പോരാ, ഇവിടെ ഒരു ലേണിംഗ് പ്രോസസ്സാണ്. ഒരു സബ്ജക്ട് പഠിപ്പിക്കുക എന്നുള്ളതല്ല, ഈ ഒരു ലേണിംഗ് പ്രോസസ്സാണ്. അത് സാധാരണഗതിയിൽ പാരന്റ്സിനും ടീച്ചേഴ്സിനും പൊതുവെ ഈ കുട്ടികളെ കുറിച്ച് കുറെ അസംഷൻസ് ഒക്കെ അവരുടെ മനസ്സിലുണ്ടാകും. അവരിങ്ങനെ വിചാരിച്ചു വെച്ചിട്ടുണ്ടാവും, ഞാൻ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം, ആ ഒരു രീതിയിലൊക്കെ വിചാരിച്ചു വെച്ചിട്ടുണ്ടാകും കുട്ടികളെ. അപ്പൊ ആ രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ല പോകേണ്ടത് എന്നുള്ളതാണ് മറിയാം മോണ്ടിസോറി പറയുന്നത്. അഡൾട്ട്സിന്റെ രീതികൾ നമ്മൾ നെക്സ്റ്റ് പാരഗ്രാഫിൽ വരുന്നുണ്ട്. ഞാൻ ഒന്നുകൂടെ ഒന്ന് സ്ക്രോൾ ചെയ്യാം. ആ ഒരു പാരഗ്രാഫ് ആ പേജിലെ ലാസ്റ്റ് പാരഗ്രാഫ് ആയതുകൊണ്ട് അത് മാത്രം ഒന്ന് വായിച്ചാൽ മതി. യെസ്, ആരുമില്ല. Ma'am. ഞാൻ വായിക്കുന്നു. പാർവതി റെഡി ആയിട്ടുണ്ട്. നീതു നെക്സ്റ്റ് പാരഗ്രാഫ് നീതു. ഓക്കെ. Okay, ma'am. The adult must realize that he must take second place, venture all the aims of the mother and teacher. If the child's personality is to be helped to develop, as the child is weaker, the adult with his stronger personality must hold himself in check and, taking his lead from the child, feel proud if he can understand and follow him. It is important to liberate the child from his role of dependency on adults if he is to develop into a truly free and independent person, said Montessori. ഓക്കെ, അഡൾട്ട് എപ്പോഴും ഒരു സെക്കൻഡ് പ്ലേസ് എടുക്കുക എന്നുള്ളത്. ഇവിടെ ശരിക്കും കുട്ടികളിൽ കൂടുതൽ ഇൻഫ്ലുവൻസ് വരുന്നത് ജനറലി പറയുകയാണെങ്കിൽ അമ്മയും അവരുടെ ടീച്ചറുമാണ് അല്ലെ. നമുക്ക് ടീച്ചർ എന്നുള്ളതിന് പകരം ഫെസിലിറ്റേറ്റർ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. അതാണ് കുറച്ചുകൂടെ നല്ലത്. ഒരു സപ്പോർട്ട് കൊടുക്കുന്നു, ഗൈഡ് കൊടുക്കുന്നു, കുട്ടിയെ ഇന്ററപ്റ്റ് ചെയ്യുന്നില്ല, കുട്ടിയോട് ഷൗട്ട് ചെയ്യുന്നില്ല, കമാൻഡ് ചെയ്യുന്നില്ല, പ്രോപ്പർ വേയിൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു, ഗൈഡ് ചെയ്യുന്ന ഒരാള്, പ്രൊവൈഡിങ് ഓൾ ദ ഫെസിലിറ്റീസ്. അതാണ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ദ ചൈൽഡ്. അതാണ് ഫെസിലിറ്റേറ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യണം. അതേസമയം പാരന്റ്സ് ഇങ്ങനെ പറയാം, ഞാൻ പറയുന്ന പോലെ അവൻ ചെയ്യണം, ഞാൻ പറയുന്നത് പോലെ അവൻ പഠിക്കണം, ഞാൻ പറയുന്ന കോഴ്സിന് അവൻ ജോയിൻ ചെയ്യണം, ഞാൻ പറയുന്ന ജോലിക്ക് അവൻ പോകണം, ഈ ജോലിക്ക് പോകണ്ട, കുട്ടിക്ക് നല്ല കഴിവുണ്ടായിരിക്കാം, ജോലിക്ക് വേണ്ട, ഫാമിലി ബിസിനസ് ഏറ്റെടുക്കുക, അങ്ങനെ ഇങ്ങനെ ഓരോരോ കണ്ടീഷൻസ് പലപ്പോഴും പാരന്റ്സ് വെക്കാറുണ്ട്. സംടൈംസ് ഇറ്റ് ഈസ് അത് നല്ലതിനായിരിക്കും, ബട്ട് ചില സമയത്ത് കുട്ടിയുടെ പല ടാലൻസും അങ്ങനെ സപ്രസ്ഡ് ആയി പോവാറുണ്ട്. അപ്പൊ കുട്ടിയുടെ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ആ രീതിയിൽ അവന്റെ പേഴ്സണാലിറ്റി തന്നെ മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ അവന് വേറെ ആരുടെയും പേഴ്സണാലിറ്റി ആയി മാറും. അപ്പൊ ആ രീതിയിൽ കുട്ടിയെ ഡെവലപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. കുട്ടിയെ പുഷ് ചെയ്ത് അഡൽട്ടിന്റെ പേഴ്സണാലിറ്റി അഡൽട്ടിനെ പോലെ ആക്കുക, ഞാൻ ആയതുപോലെ തന്നെ നീ ആയാൽ മതി, ആ ഒരു രീതിയിൽ പറയാതെ അവനിലുള്ള ടാലൻസ് മനസ്സിലാക്കി അവനെ ഡെവലപ്പ് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ ഒരു ട്രൂ ആൻഡ് ഇൻഡിപെൻഡന്റ് പേഴ്സൺ ആയിട്ട് ഇവൻ ഡെവലപ്പ് ആയിട്ട് വരും, അല്ലെങ്കിൽ ഇവൻ വേറെ ആരെയോ പോലെ ആയിപ്പോകുന്നാണ് മറിയാം മോണ്ടിസോറി പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഡിപ്പെൻഡൻസി ഓൺ അഡൾട്ട് അവനെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യില്ല എന്നാണ്. ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു പ്രായമുണ്ട്, കുഞ്ഞു പ്രായത്തിൽ തന്നെ ചെയ്യാൻ പറ്റില്ലല്ലോ, ആ പ്രായത്തില് ഡിപ്പെൻഡ് ചെയ്യും. ബട്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ അവന്റെ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്, അതാണ് ഡെവലപ്പ് ആയിട്ട് വരുന്നത്. ട്രൂലി ഫ്രീ ആൻഡ് ഇൻഡിപെൻഡന്റ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ പേഴ്സണായി മാറും. ഓക്കെ, ഇതായിരുന്നു മറിയാം മോണ്ടിസോറി പറഞ്ഞത്. പക്ഷെ പലപ്പോഴും ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മോണ്ടിസോറിയുടെ പല അതിനെയും പല ആളുകളും ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. ബട്ട് സം ഹൗ അവർ പറഞ്ഞെങ്കിൽ കുറെയൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യുന്നത്
പ്രൂവ്ഡ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് വേൾഡിൽ ഇത്രയധികം മോണ്ടിസോറി സ്കൂൾസ് ഉണ്ടായത്. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ടോട്ടോ ചാൻ എന്നുള്ളൊരു ബുക്ക് ഒന്ന് വായിച്ചു നോക്കണം. അതിനകത്ത് ജപ്പാനിലെ കഥയാണ്. അതിൽ ടോട്ടോ ചാൻ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയാണ് കേട്ടോ. കുട്ടി മോണ്ടിസോറി സ്കൂളിൽ ചേരുന്നതും അവിടെ അത് ചെയ്ത ആക്ടിവിറ്റി എല്ലാം വളരെ നല്ല ഭംഗിയായിട്ട് അതിനകത്ത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഏതോ ക്ലാസ്സിലെ കുട്ടികളുടെ മലയാളം ബുക്കിൽ വായിച്ചിട്ടുണ്ടോ? കേരള സിലബസിൽ 5th എൻ്റെ കുട്ടിക്ക് പഠിക്കാൻ കണ്ടായിരുന്നു ഞാൻ ടോട്ടോച്ചാൻ എന്ന് പറഞ്ഞിട്ടൊരു പാഠത്തിന്റെ ചെറിയൊരു പോർഷനാന്ന് തോന്നുന്നു. കൃഷി മാഷാണോ? എങ്ങനാ? കൃഷി മാഷ് എന്നാണോ കുറച്ച് പോർഷൻ? അല്ലല്ല, അത് പാഠത്തിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ചെറിയൊരു പോർഷൻ കുട്ടിക്ക് ഡൗട്ട് വന്നപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ വേണ്ടി ഞാനത് വായിച്ച് ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു മീൻ വായിലൂടെ പറഞ്ഞിട്ടായിരുന്നു അത്. ആണോ? ഓക്കെ ഓക്കെ. കൃഷി മാഷ് എന്ന് പറഞ്ഞൊരു ഭാഗം ഏതോ ഒരു ക്ലാസ്സിൽ ഉള്ളതായിട്ട് എനിക്കൊരു ഓർമ്മ. കൃഷി മാഷ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ കൃഷി പഠിക്കാൻ പോണതാ പാടത്ത്. എല്ലാം പ്രാക്ടിക്കൽ ലൈഫാ. കൃഷി പഠിക്കാൻ പോകുന്നു. അപ്പൊ അവിടെ അന്നത്തെ മാഷ് അവിടെ ഒരു ഫാർമറാണ്. അപ്പൊ ആ ഫാർമറോട് അവർ അതുപോലെ റെസ്പെക്ട്, കാരണം അവരുടെ മാഷാണല്ലോ, അവരെ പഠിപ്പിക്കുന്ന ആളാണ്, ട്രെയിനർ ആണല്ലോ. അപ്പൊ അതുപോലെ റെസ്പെക്ട് കാണിക്കുന്നു. അപ്പം ആള് അവിടെ കൃഷി ചെയ്യുന്ന ഒരാളാണ്. ഒരു ടീച്ചറെ പോലെ ചെയ്യാനൊന്നും അറിയില്ല. പക്ഷെ പുള്ളി ചെയ്യുന്ന ജോലി വളരെ ഭംഗിയായിട്ട് കുട്ടികൾക്ക് വിവരിച്ചു കൊടുക്കുന്നതാണ് ആ ഒരു സന്ദർഭം. നിങ്ങൾ പറ്റിയ ഒന്ന് വായിക്കൂ. മലയാളം ഞാൻ വായിച്ചിരിക്കുന്നത് മലയാളമാണ്. അത് ട്രൂ സ്റ്റോറിയാണ്. കുട്ടികൾ അവിടെ പഠിക്കുന്ന സമയത്താണ് മറ്റേ ആറ്റമിക് ഇത് നടന്നത്, ഹിരോഷിമ നാഗസാക്കി. ആ ഒരു ടൈമിലുള്ള ഒരു കഥയാണ്. കുട്ടികൾ അവിടെ പഠിക്കുമ്പോൾ അങ്ങനെ ആ സ്കൂള് ക്ലോസ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ ഒരു ഹിരോഷിമ നാഗസാക്കി ആക്രമിച്ചില്ലേ, ആ ഒരു അറ്റമിക് ബോംബ് ഇട്ടതിന്റെ ആ ഒരു ടൈമുള്ളത്. ഒന്ന് വായിച്ചത് നന്നായിരിക്കും. റീഡിങ് നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ, നമ്മളൊന്ന് ഡെവലപ്പ് ആകാനായിട്ട്. നമ്മളുടെ ഈ കോഴ്സിനും നമ്മളുടെ ഈ പ്രൊഫഷനും ഏറ്റവും വളരെ സഹായകരം. അതൊന്ന് വായിച്ചു നോക്കുക. നെക്സ്റ്റ് അടുത്ത പേജാണ്. മോണ്ടിസോറിയുടെ ഒബ്സർവേഷൻസ് ആണ് അടുത്തത്. അഡൾട്ടിനെയും കുട്ടികളെയും കൂടെ കമ്പയർ ചെയ്യുന്നു. അഡൾട്ട് സാധാരണ, പക്ഷെ ഇപ്പോഴത്തെ പാരന്റ്സ് അങ്ങനെയൊന്നും അല്ല അല്ലെ. കുട്ടികളെ നമ്മളുടെ, നിങ്ങൾക്ക് സർവേയുടെ അയച്ചു തന്നില്ലാന്ന് തോന്നുന്നു. നമ്മളുടെ സർവേയില് നമ്മൾ അതാണ് നോക്കുന്നത്. ഈ പാരന്റ്സിന്റെ ചൈൽഡ് കെയർ എങ്ങനെയാണെന്നുള്ളതാണ്, ആ ഒരു ഡേറ്റയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഇവിടെ മോണ്ടിസോറിയുടെ കുറച്ച് ഒബ്സർവേഷൻസ് കാണുന്നു. അഡൾട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് പാരന്റ്സ്, കുട്ടികളുമായിട്ട് കണക്റ്റഡ് ആവുന്ന പാരന്റ്സ് ആണല്ലോ അവിടുത്തെ അഡൾട്ട്. അപ്പൊ അതിനെ കുറിച്ചാണ് മോണ്ടിസോറി പറയുന്നത്. നമുക്കൊരു 5 പോയിന്റ്സ് ഉണ്ട്. അതിലെ ഫസ്റ്റ് 2 പോയിന്റ്സ് നീതു അല്ലേ പറഞ്ഞത്? പാർവതി അല്ലേ ഇപ്പൊ വായിച്ചത്? നീതു വായിച്ചോളൂ. പിന്നെ 3 പോയിന്റ് ആരെങ്കിലും ഒന്ന് വായിച്ചോളൂ. ഫസ്റ്റ് 2 പോയിന്റ്സ്. The adult procreates while the child creates. The child uses the environment to protect himself, while the adult uses himself to protect the environment. The adult is no longer developing. He has reached the top of the spaceship. But the child interacts with the environment and absorbs impression for his psychic development. Second one, the aim of the child's work is not an external one but of an internal one, that is for self-construction. An adult works to finish an activity and the child works in order to grow. Through work, he develops concentration, motor development. For habits are more important, his self-construction. കരയുവാണോ? ശരി ശരി, ഓക്കെ ഓക്കെ. മടിയിലിരിപ്പുണ്ട്. ആണോ? അയ്യോ. എത്ര വയസ്സുണ്ട്? 1 വയസ്സ്. അയ്യോ, പേടിയൊന്നില്ലേ? ഉണ്ട്. ശരി, അന്ന് നടങ്ങ കുഞ്ഞിനെ നോക്കിക്കോളൂ നീതു. അപ്പൊ ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡൾട്ട് പ്രോക്രിയേറ്റ്സ് വൈൽ ദ ചൈൽഡ് ക്രിയേറ്റ്സ്. അഡൾട്ട് എപ്പോഴും കോപ്പി ചെയ്യുക ചെയ്യുന്നത്. പക്ഷെ അവർക്ക് പലപ്പോഴും വലുതായി കഴിയുമ്പോൾ ആളുകൾ സ്വന്തമായി അവരുടേതായ ഒരു ക്രിയേറ്റിവിറ്റിയെ കുറിച്ച് ചിന്തിക്കില്ല. വേറൊരാൾ ചെയ്യുന്നത് വേഗം ചെയ്ത് അതുപോലെ അങ്ങ് കംപ്ലീറ്റ് ചെയ്യും. എന്തെങ്കിലും വർക്ക് ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും. പക്ഷെ കുട്ടി അങ്ങനെയല്ല. കുട്ടികൾ അവർക്ക് ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടാണ്. ഞാൻ തന്നെ പലപ്പോഴും വീട്ടിലെ കുട്ടികൾ ചെയ്യുന്നത്, ഞാനൊരു കാര്യം നമ്മൾ ഓൾറെഡി പണ്ട് തുടങ്ങി ചെയ്ത് പോകുന്ന പോലെ രീതിയിൽ ചെയ്യുമ്പം അവർ ചോദിക്കും ഇത് ഇങ്ങനെ ചെയ്താൽ പോരെ.
അങ്ങനെ അവർക്ക് കുറച്ചുകൂടി എളുപ്പ മെത്തേഡോ അല്ലെങ്കിൽ അവരുടെ തിങ്കിങ് കുറച്ചുകൂടെ ഡെവലപ്പ് ആയിട്ട് ഞാൻ 10 minutes എടുക്കുമായിരിക്കും, അവരത് ചിലപ്പോൾ അതിനേക്കാൾ കുറവ് സമയം കൊണ്ട് ചെയ്യുമായിരിക്കും. ഞാൻ നോക്കാം ഇതാണല്ലോ ഈസി എന്ത് കാര്യങ്ങളിലാണെങ്കിലും കേട്ടോ. അപ്പൊ അതാണ് പറഞ്ഞത്, അഡൽട്ട് ക്രിയേറ്റ്സ് വൈൽ ദ ചൈൽഡ് ക്രിയേറ്റ്സ്. അഡൽട്ട് പലപ്പോഴും കോപ്പി ചെയ്യാനോ റീപ്രൊഡ്യൂസ് ചെയ്യാനോ നോക്കും, പക്ഷെ കുട്ടി തന്നെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കും. പിന്നെ കുട്ടി എപ്പോഴും അവന്റെ അതായത് കുഞ്ഞായിരിക്കുമ്പം അവര് കളിക്കുന്ന ആ ചുറ്റുപാട് അവര് മാക്സിമം എക്സ്പ്ലോർ ചെയ്യുവാണ്, അത് യൂസ് ചെയ്യും ആ എൻവയോൺമെന്റ് അവന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ടു പെർഫെക്റ്റ് ഹിംസെൽഫ്. പക്ഷെ അഡൾട്ടിൽ എപ്പോഴും അവനെ എൻവയോൺമെന്റിനെ പെർഫെക്റ്റ് ആക്കാനാണ് നോക്കുന്നത്. കുട്ടി എൻവയോൺമെന്റ് യൂസ് ചെയ്യുമ്പോൾ അഡൾട്ട് എൻവയോൺമെന്റ് ആ രീതിയിൽ എക്സ്പ്ലോർ ചെയ്യുന്നില്ല. അഡൾട്ടിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒന്നുമില്ല, പക്ഷെ എന്ന് വെച്ചാൽ ടോപ്പ് ഓഫ് ആ ഒരു രീതിയിൽ എത്തിക്കഴിഞ്ഞു. ഇപ്പൊ ശരീരത്തിന്റെ വളർച്ചയാണെങ്കിലും ശരി, മനസ്സിന്റെ ആണെങ്കിലും ശരി, ഇനി കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ല. ചില ആളുകൾ മാത്രം ചിലപ്പോൾ എന്താ ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യും, പല പല പുതിയ കാര്യങ്ങളുള്ളതും അവർ അറിയാനായിട്ട് ശ്രമിക്കും. വളരെ കുറച്ചു പേര് മാത്രം, ചിലരത് ശ്രമിക്കാറില്ല. എന്താണോ വേണ്ടത് അത് മാത്രം ചെയ്ത് മുന്നോട്ട് പോകും. പക്ഷെ കുട്ടി എപ്പോഴും എൻവയോൺമെന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. എന്തെല്ലാമാണോ അവൻ കാണുന്നത് അതെല്ലാം അവൻ മെമ്മറിയിൽ രജിസ്റ്റർ ആവുക ചെയ്യുന്നത്. ചുറ്റും കാണുന്ന പല വൈ ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കും അല്ലെ, ഇതെന്താ ഇങ്ങനെ, ഇതെന്താ അങ്ങനെ, ഇത് അങ്ങനെ ആകാൻ പാടില്ലേ. അതൊക്കെ അവരുടെ സൈക്കിക് ഡെവലപ്മെന്റ്, മെന്റൽ ഡെവലപ്മെന്റിന്റെ നല്ലൊരു സയൻസ് ആണ്. അപ്പൊ എല്ലാം അവൻ പുറമേ കാണുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നു. അതാണ് കുട്ടി ചെയ്യുന്നത്, എൻവയോൺമെന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. അപ്പൊ കുട്ടി ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് അവനെ തന്നെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സെൽഫ് കൺസ്ട്രക്ഷൻ അതിന് പറ്റിയതാണ്. അഡൾട്ട് ഒരു ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ, വലിയൊരു മനുഷ്യനാണെങ്കിൽ അത് പെട്ടെന്ന് ഫിനിഷ് ചെയ്യുന്നു ആ ആക്ടിവിറ്റി. പക്ഷെ കുട്ടി പലപ്പോഴും അത് റിപ്പീറ്റ് ചെയ്യുന്നു. അവൻ ചെയ്യുന്ന ഒരു ഗെയിം അവൻ ഇൻട്രസ്റ്റ് കൂടുതലാണെങ്കിൽ അതിനത് റിപ്പീറ്റ് ചെയ്യും. അവൻ അതില് ഭയങ്കരമായിട്ട് അതിനെ ഇംപ്രവൈസ് ചെയ്യാനായിട്ട് നോക്കും പല പല രീതികളിൽ. അത് കൊച്ചുകുട്ടികളിൽ ടോയ്സ് കൊടുത്താൽ നമ്മൾ കാണാറുണ്ട്. പലപ്പോഴും അവർ കുറേ സമയം അതായിട്ടിരിക്കും, ഭയങ്കര കോൺസെൻട്രേഷനിലൂടെ ചുറ്റും നടക്കുന്നതൊന്നും അവർ അറിയണ്ടാവില്ല. അപ്പൊ അങ്ങനെ പല രീതിയിൽ ചിലപ്പോൾ വീട്ടിലെ ഒരു പ്ലേറ്റും സ്പൂണും വെച്ചിട്ടായിരിക്കും കളിക്കുന്നത്. അത് തന്നെ അവർ പല പല രീതിയിൽ അവർ ഓരോന്ന് ചെയ്യും. ഓക്കെ, അത് ഒരു സെൽഫ് കൺസ്ട്രക്ഷൻ, അവരുടെ സ്വയം അവര് എന്താ പറയാ ഡെവലപ്പായി വരുന്നതിന്റെ ഒരു ഇതാണ്. അവർ ഗ്രോ ചെയ്യുന്നു, അവരിങ്ങനെ ഓരോ ടൈമിലും വളർന്നുകൊണ്ടിരിക്കുക. കുട്ടിയുടെ കോൺസെൻട്രേഷൻ കൂടുന്നു, മോട്ടോർ ഡെവലപ്മെന്റ് കൂടുന്നു. പക്ഷെ മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ബോഡിയുടെ മൂവ്മെന്റ്സ്, കൈ കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കുട്ടികളുടെ ഒരു മെയിൻ ടൂളാണ് ഹാൻഡ് എന്ന് പറയുന്നത്. മറിയാം മോണ്ടിസോറി അത് എപ്പോഴും പറയും, മെയിൻ ടൂളാണ് അവരുടെ ഹാൻഡ്. അപ്പൊ മോട്ടോർ ഡെവലപ്മെന്റ് കൂടുന്നു. വർക്ക് ഹാബിറ്റ്, എന്തും ചെയ്യാനായിട്ട് അവരങ്ങ് അലസരായി പോകുന്നില്ല. അവര് കൂടുതൽ എല്ലാം ചെയ്യാനായിട്ട് ആ ഒരു ഇത് വരുന്നവർക്ക്. സെൽഫ് കൺസെപ്റ്റ്, എല്ലാത്തിനെ കുറിച്ചും ഒരു കൺസെപ്റ്റ് ഉണ്ടാവും. ചിലപ്പോൾ അവര് ഓരോന്നും പറയാനായിട്ട് അവർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ചെറുപ്പത്തിലുള്ളത് അത് വേറെ ആയിരിക്കാം. പക്ഷെ പിന്നീട് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആകുമ്പോൾ പലതിനും അവർ പല പല പേരായിരിക്കും. ചില റിലേഷൻസ് അച്ഛനെയും അമ്മേനെയും ചിലപ്പോൾ അവര് പറയുന്ന വേർഡ് വേറെ ആയിരിക്കാം, ചേച്ചിയെ പറയുന്ന വേറെ വേർഡ് ആയിരിക്കാം. അതൊക്കെ അവരുടെ ഒരു സെൽഫ് കൺസെപ്റ്റ്, ആരും പറഞ്ഞു കൊടുക്കുന്നില്ല ഇങ്ങനെ വിളിക്കണം എന്നുള്ളത്. അപ്പൊ അങ്ങനെയെല്ലാം വരും. ഓക്കെ, നെക്സ്റ്റ് 3, 4, 5 ആണ്. അതാരെങ്കിലും ഒന്ന് വായിച്ചോളൂ കേട്ടോ, സ്ക്രോൾ ചെയ്ത് വെക്കാം. ഓക്കെ, The child is more interested in the process of work, while the adult is more interested in results. The child follows a law maximum effort. To grow, he must do it himself, and no one can do it for him. In fact, every assistance given to a child arrested development. The rhythm of the child's work is different from that of the adult. A child of about 3.5 years who wants to work with the 10 cubes of pink tower on a rug would make 10 separate trips all across the room. An adult would never act in that way. The child does not hurry as we do towards the end. By following his rhythm, the child is able to perfect himself. യെസ്, ചൈൽഡ് ആ ചെയ്യുന്ന വർക്കിന്റെ പ്രോസസ്സിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരിക്കും.
പക്ഷെ അഡൾട്ട്സ് എപ്പോഴും എന്താ റിസൾട്ട്, അതിന്റെ എൻഡ് റിസൾട്ട് പെട്ടെന്ന് കിട്ടുക, ആ ഒരു രീതിയിലായിരിക്കും. കുട്ടി ആ പ്രോസസ് ആക്ടിവിറ്റി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. പിന്നെ മാക്സിമം എഫേർട്ട് എടുക്കും. കുട്ടി ഒരു മാക്സിമം എഫേർട്ട് എന്നുള്ള രീതിയിൽ പോവും, തന്നെത്താനെ ചെയ്യാനായിട്ട് നോക്കും. എന്തെങ്കിലും രീതിയിലൊരു സപ്പോർട്ട് അവന് കൂടുതലായിട്ട് ചെല്ലുന്നത് അവന്റെ ഡെവലപ്മെന്റിനെ തടസ്സപ്പെടുത്തും. അറസ്റ്റ് ഹിസ് ഡെവലപ്മെന്റ്. അങ്ങനെയാണ്, തന്നെ ചെയ്യട്ടെ. നമ്മുടെ വീട്ടിൽ പ്രായമായ ആൾക്കാരുള്ളപ്പോ അവര് പറയില്ല, അവര് തന്നെ ചെയ്യട്ടെ, തന്നെ കമഴ്ന്ന് വിടട്ടെ, കമഴ്ത്തി അങ്ങനെ കമഴാൻ വേണ്ടി ചിലർ ഇങ്ങനെ സൈഡ് പതുക്കെ തിരിച്ചു നോക്കും വെച്ചിട്ട്. അങ്ങനെ ചെയ്യരുത്, ഇരുത്താനായിട്ട് ശ്രമിക്കരുത്. അവര് തന്നെ ഇരിക്കട്ടെ, തന്നെ നടക്കട്ടെ. അപ്പൊ നമ്മളിങ്ങനെ കൈ പിടിച്ച് നടത്തുന്നതിനേക്കാളും നമ്മളൊരു കുറച്ച് ദൂരെ ഇങ്ങനെ നിന്നിട്ട് നമ്മളിങ്ങനെ പതുക്കെ പതുക്കെ അവരിങ്ങനെ കാണിക്കുമ്പോൾ അവര് നമ്മുടെ അടുത്തേക്ക് വരും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, ഒബ്സർവേഷൻ അതും അത്യാവശ്യമാണ്. ഒരു വീഴാതെ അവർക്ക് അപകടം ഹാമൊന്നും പറ്റാതെ അതും കൂടെ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. കുട്ടി വർക്ക് ചെയ്യുന്നതിന്റെ ആ ഒരു ഋതം അത് അഡൾട്ട് ചെയ്യുന്നതിനേക്കാളും വളരെ ഡിഫറെന്റ് ആണ്. നമ്മൾക്ക് മോണ്ടിസോറി മെറ്റീരിയലിലുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇവിടെ പറയുന്നത് പിങ്ക് ടവർ. പിങ്ക് ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിങ്ക് വളരെ അട്രാക്റ്റീവ് ആയ പിങ്ക് കളറിലുള്ളതാണ്. ടവറിന്റെ ഷേപ്പ് നിങ്ങൾക്ക് അറിയാലോ. ഇതിനകത്ത് 10 ക്യൂബ്സ് ആണുള്ളത്. ക്യൂബ്സ് മനസ്സിലായില്ലേ? സ്ക്വയറിന്റെ 3D വേർഷൻ. അതായത് നമ്മൾ കളിക്കുന്ന റുബിക്സ് ക്യൂബ് ഇല്ലേ, മാജിക് ക്യൂബ് എന്നൊക്കെ പറയുന്നത്, അത് പിങ്ക് കളറിലുള്ള 10 ക്യൂബ്സ് ആണ്. ഈ ഓരോ ക്യൂബിനും ഡയമെൻഷൻ വ്യത്യാസമാണ്. നമുക്ക് സ്ക്വയർ അറിയാം, എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. ക്യൂബിനും എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. സ്ക്വയറിന്റെ 3D വേർഷൻ ആണെന്ന് പറഞ്ഞല്ലോ. ഈ ചെറിയ ക്യൂബ് തുടങ്ങി വലിയ ക്യൂബ് വരെ ഉണ്ട്. ഒന്നാമത്തെ ക്യൂബിന്റെ, ചെറിയ ക്യൂബിന്റെ സൈഡ് ലെങ്ത് എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ ആണെങ്കിൽ 10ാമത്തെ ക്യൂബിന്റെ സൈഡ് ലെങ്ത്, ഏറ്റവും വലുതിന്റെ സൈഡ് ലെങ്ത് 10 സെന്റിമീറ്റർ. അങ്ങനെ 1 2 3 4 5 6 7 8 9 10 എന്നുള്ള രീതിയിൽ സെന്റിമീറ്ററിലുള്ള ഡയമെൻഷനുള്ള ക്യൂബ്സ് ആണുള്ളത്. അപ്പൊ ആക്ടിവിറ്റി ഇത്രയാണ്. ക്യൂബ് എല്ലാം സെപ്പറേറ്റഡ് ആട്ടോ. ആക്ടിവിറ്റി ഇതൊരു ടവർ പോലെ ഉണ്ടാക്കുക. അപ്പൊ ടവർ ഉണ്ടാക്കണമെങ്കിൽ നമ്മളോട് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്കിത് ഇതെന്താന്ന് അറിയില്ലെങ്കിൽ തന്നെയും ഇതുകൊണ്ടൊരു ടവർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യും. ഏറ്റവും താഴെ ഏറ്റവും വലുത് വെക്കും, പിന്നെ അടുത്ത സൈസ് വെക്കും, അങ്ങനെ 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 വെച്ച് ഏറ്റവും മുകളിൽ ചെറുത് വെക്കുമ്പോഴാണ് നമുക്ക് ആ ടവറിന്റെ ഒരു ഷേപ്പ് കിട്ടുള്ളൂ അല്ലെ. ഒരു ട്രയാങ്കുലർ പ്രിസം പോലെ ഇങ്ങനെ മുകളില് ഈജിപ്ഷ്യൻ പിരമിഡ് ഒക്കെ നിൽക്കുന്ന പോലത്തെ സംഭവം കിട്ടുള്ളൂ. അപ്പൊ പക്ഷെ കുട്ടികൾക്ക് അറിയില്ല. ചെറിയ കുട്ടികൾ ഈ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അവർക്ക് അറിയില്ല ഏറ്റവും വലുതാണ് അടിയിൽ വെക്കേണ്ടത്. അവര് ചിലപ്പോ ചെറുത് വെച്ചു, അതിന്റെ മുകളിൽ വലുത് വെച്ചു, പിന്നെ അതിനേക്കാൾ ചെറുത് വെച്ചു, മുകളിൽ അങ്ങനെ ഇങ്ങനെ വെക്കുമ്പോൾ സംടൈംസ് ഇതിന്റെ ബാലൻസ് പോകും. പിന്നെ കാണുമ്പോഴും അവർക്ക് ഉണ്ടാവില്ല. പിന്നെ അവരത് തട്ടിക്കളയും, വീണ്ടും ട്രൈ ചെയ്യും. നമ്മള് കുട്ടികൾക്ക് ചെറുപ്പത്തിൽ കളിക്കുന്ന ഒരു സാധനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ഒരു പ്രിസം പോലെ, ഒരു സ്തൂപം പോലെ ഇങ്ങനെ ഇരിക്കും. കുറെ റിങ്സ്, പല കളറിലുള്ള റിങ്സ് വന്നിട്ട് താഴെ ഒരു ബേസ് പോലെ ഉണ്ടാവും, അതിലിങ്ങനെ ഒരു ഇതുപോലെ ഉണ്ടാവും, ഒരു പില്ലർ പോലെ ഇങ്ങനെ. ആ പില്ലർ ഇങ്ങനെ നിൽക്കുക, താഴേന്ന് ഇങ്ങനെ വലിപ്പം കൂടിയിട്ട് മുകളിൽ വരുമ്പോ ചെറുതായിട്ട് നിൽക്കും. റിങ് ഇങ്ങനെ ഇടുന്നത് അത് കുട്ടികൾക്ക് കളിക്കാനായിട്ട് വാങ്ങിച്ചു കൊടുക്കും. നമ്മൾ ഹെൽപ്പ് ചെയ്യാതെ നമ്മളിങ്ങനെ നോക്കി നിൽക്കും. അപ്പൊ ഇവരാദ്യം ചിലപ്പോ ചെറുതെങ്ങാനും ഇട്ടുപോകും. അപ്പൊ ഇവരിങ്ങനെ ഇട്ടിട്ട് വരുമ്പോ ഏറ്റവും മുകളിലെത്തുമ്പോ ചെറുതിടുമ്പോ എന്താ, ചെറുത് ഏറ്റവും അടിയിലെ ബേസിൽ പോയിട്ട് നിൽക്കില്ല, കാരണം അടിഭാഗത്ത് വണ്ണം കൂടുതലാണ്. അപ്പൊ അങ്ങനെ ഇട്ടിട്ട് പോകുമ്പോ 1 2 റിങ് ബാലൻസ് പുറത്ത് വരികയാണ്. അവർക്ക് മനസ്സിലാവും ചെയ്തത് ശരിയായില്ല. അവരതെല്ലാം കളഞ്ഞിട്ട് വീണ്ടും ചെയ്യും. അങ്ങനെ ഇങ്ങനെ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പെർഫെക്റ്റ് ആയി കഴിയുമ്പോൾ ഒരു കയ്യടി ഉണ്ട്. സെയിം തന്നെയാണ് ഇവിടെ പിങ്ക് ടവർ ചെയ്തിരിക്കും. ഇനി ഇൻ കേസ് കുട്ടി കുറെ നേരം ചെയ്തു, നമ്മൾ ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഫെസിലിറ്റേറ്ററിന്റെ ജോലി അതാണ്, ഒബ്സർവേഷൻ. നല്ല കോൺസെൻട്രേഷനോട് കൂടി ഹൃദയം കൊണ്ട് ഒബ്സർവ് ചെയ്യുക. നമ്മള് കുട്ടി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത് നമ്മളിങ്ങനെ കാണുക, 5 പ്രാവശ്യം 6 പ്രാവശ്യം എല്ലാം ഇവൻ റിപ്പീറ്റ് ചെയ്യുക. അപ്പോ ഫൈനൽ റിസൾട്ടിലേക്ക് വന്നിട്ടില്ല എന്ന് വിചാരിക്കും. ചിലപ്പോ അവൻ നമ്മളെ ജസ്റ്റ് ഒന്ന് നോക്കും, അല്ലെങ്കിൽ നമ്മളോട് പറയും. അപ്പോ മാത്രമാണ് നമ്മൾ ഇന്റർവീൻ ചെയ്യേണ്ടത്. നമ്മൾ ആ സമയത്താണ് അവനെ അസിസ്റ്റ് ചെയ്യേണ്ടത്. ബട്ട് അസിസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അവനെ ജഡ്ജ് ചെയ്യരുത്. നീ ചെയ്തത് തെറ്റിപ്പോയി, അങ്ങനെ റോങ്, മിസ്റ്റേക്ക്, അങ്ങനെയുള്ള വാക്കുകൾ, ഇൻകറക്റ്റ് ഒന്നും നമ്മൾ ഉപയോഗിക്കരുത്. നമ്മളങ്ങനെ അവനെ കാണിച്ചു കൊടുക്കുക. അവൻ ചെയ്തത് ശരി എന്നുള്ള, തെറ്റായി പോയി എന്നുള്ള രീതിയിലല്ല. നമ്മളിതെടുത്താ നമുക്ക് ഇങ്ങനെ വെച്ച് നോക്കിയാലോ, അവന്റെ കൂടെ നീ ഇതൊന്ന് വെച്ച് നോക്കി, അങ്ങനെയൊക്കെ പറഞ്ഞ് അവനെ കൊണ്ട് തന്നെ ചെയ്യിച്ച് നമ്മൾ ഗൈഡ് ചെയ്ത് അവനെ അത് കാണിക്കും. അപ്പൊ അവന് ഭയങ്കര ഹാപ്പി ആവും. അതേസമയം നമ്മള് യു ഹാഡ് ഡൺ എ മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ അവന് ഭയങ്കര ഷെയിം ആൻഡ് ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാകും. പിങ്ക് ടവർ എന്താണെന്നും പിടികിട്ടിയല്ലോ.
അപ്പൊ നിങ്ങളുടെ പിങ്ക് ടവർ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇവിടെ ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ച പ്രാക്ടിക്കൽ സൈഡ് വരുമ്പോൾ കാണിക്കാന്ന്. പിന്നെ നമ്മളുടെ ഇൻ ബിറ്റ്വീൻ ക്ലാസ്സിൽ വരുമ്പോൾ എപ്പോഴെങ്കിലും നീ പിങ്ക് ടവർ എടുത്തോണ്ട് വരാട്ടോ. ഓക്കെ. പിന്നെ അഡൾട്ട് എപ്പോഴും എൻഡ് റിസൾട്ടിന് വേണ്ടിയിട്ട് ആ ഒരു ഇത് കിട്ടാനുള്ള ആക്ടിവിറ്റി മാത്രമേ ചെയ്യുള്ളൂ. അത് ഹറിബറി അങ്ങനെ ചെയ്യും. പക്ഷെ കുട്ടികൾ അങ്ങനെ ഹറിബറി ആയിട്ട് ചെയ്യില്ല. അവർ ടുവേഴ്സ് എൻഡ് അവർ വളരെ എൻജോയ് ചെയ്ത ഒരു റിതമിലായിരിക്കും അവർ ചെയ്യുന്നത്. ഓക്കെ. ചൈൽഡ് ഈസ് ഏബിൾ ടു പെർഫെക്റ്റ് ഹിംസെൽഫ്. ഇനി 2 പേരട്ടോ ഒരു പെയർ ആക്ടിവിറ്റിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പെയർ ആക്ടിവിറ്റി ഒന്നുമില്ല, നിങ്ങൾ പഠിച്ച സ്കൂളിനെ പറ്റി തമ്മിൽ ഒന്ന് ഷെയർ ചെയ്യാം. അത് നല്ല ഓഡിയോ കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റുന്നത് ഒരു 2-3 മിനിറ്റ്സ് അത്രയും മതി. നമ്മൾ ക്ലാസ് റൂമിലാണ് ഇരിക്കുന്നത്. എല്ലാവരും ഈ പെയർ ആക്ടിവിറ്റി ചെയ്യുവാന്ന് നമ്മൾ അങ്ങ് അസ്യൂം ചെയ്യുക. നമുക്ക് അതിനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ ഇല്ല. നമ്മൾ ഫേസ് ടു ഫേസ് ഇരിക്കും. നമ്മൾ ഇരിക്കുന്ന ചെയർ ഫേസ് ടു ഫേസ് ഇട്ടിട്ട് നമ്മളൊരു ക്ലാസ് റൂം ആക്ടിവിറ്റി ഇപ്പൊ ചെയ്യാൻ പോവാണ്. പെയർ ആക്ടിവിറ്റിയാണ്. അപ്പൊ ഓഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്ന 2 പേരൊന്ന് പറയൂ. എന്നിട്ട് ആദ്യം ഒരാള് അവരുടെ സ്കൂളില് മോണ്ടിസോറി മെത്തേഡൊന്നും അത്ര ഇതായിട്ടുണ്ടാവില്ല. സ്കൂളിലെ എൻവയോൺമെന്റ് അവിടെ പഠിപ്പിച്ച രീതി, സ്കൂളാണ് കേട്ടോ, കോളേജ് അല്ല, സ്കൂളിലെ രീതി ഒന്ന് ഓർത്ത ഒന്ന് ഷെയർ ചെയ്യുക. അപ്പൊ മറ്റേ ആള് പഠിച്ച സ്കൂളിലെ ഇത് ഷെയർ ചെയ്യുക. അതിന്റെ ഒപ്പം തന്നെ നിങ്ങൾ വേറൊരു കാര്യം കൂടെ ഷെയർ ചെയ്യണം. ആ സ്കൂളിലെ എൻവയോൺമെന്റ് കുറച്ച് എന്തെങ്കിലുമൊക്കെ മാറ്റം എവിടെയെങ്കിലും വരുത്താനുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതും ഷെയർ ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. ആരും ഇല്ലേ റെഡി ആയിട്ട്? നമ്മൾ പഠിച്ച സ്കൂളിനെ പറ്റി പറയുക, അത്രയേ ഉള്ളൂ. ആരെങ്കിലും ഉണ്ടോ? യെസ് മാം. യെസ്, രാജി റെഡിയായി. ഇനി ഒരാളും കൂടെ. Okay, ma'am. ഓക്കെ. അപ്പൊ നിങ്ങൾ തമ്മിൽ തീരുമാനിച്ചോളൂ ഫസ്റ്റ് ആരാ പറയുന്നതെന്ന്. ഫസ്റ്റ് ഒരാൾ പറഞ്ഞു കഴിയുമ്പോ നെക്സ്റ്റ് ആണ് പറയുന്നത്. ആ രാജി പറയുന്നു അങ്ങനെ പറഞ്ഞിട്ട് രാജിക്ക് കൊടുക്കാം. കാരണം ഇപ്പൊ നമ്മൾ കാണുന്നില്ല, കാണുന്നുണ്ടെങ്കിൽ നമുക്കറിയാം. അതുകൊണ്ട് അങ്ങനെ പറയാം. ഒരു 3 മിനിറ്റ്സ് പോരെ? ഓക്കെ. ക്ലിയർ ആവുന്നുണ്ടോ മാഡം? ഓഡിയോ ക്ലിയർ. ഞാൻ അട്ടപ്പാടിന്നാണ്. ഹലോ, നജല റെസ്പോണ്ട് ചെയ്യാം. നിങ്ങളുടെ കോൺവെർസേഷൻ നിങ്ങൾ തമ്മിൽ കാഷ്വലി സംസാരിക്കുക. ഓക്കെ ഓക്കെ ഓക്കെ, അത് എനിക്ക് മനസ്സിലായില്ല മാം. ഞാൻ കരുതി അവർ ഡിസ്ക്രൈബ് ചെയ്യുന്നത് കേട്ടിരിക്കാനാണ്. നമ്മള് വിശേഷങ്ങൾ പറയില്ലേ, ഞാൻ പഠിച്ച സ്കൂൾ എങ്ങനെയായിരുന്നു, അപ്പം അത് ആ ഒരു രീതിയില്. ഇപ്പൊ മനസ്സിലായി. ഓക്കെ ഓക്കെ, രാജി കണ്ടിന്യൂ. ഈ ക്ലിയർ ആവുന്നില്ല. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നില്ല. ഇല്ല, ക്ലിയർ ആവണില്ലല്ലോ. അയ്യോ, ഇവിടെ എനിക്കാണോ റേഞ്ച് ഇഷ്യൂ എന്ന് അറിയത്തില്ല. അല്ലല്ല, ഇയാള് പറയുന്നത് എനിക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട്. എനിക്ക് നെറ്റ് ഇഷ്യൂ രാജി ഉണ്ട്. പറയുന്നത് നന്നായിട്ട് കേൾക്കാം. നജലയുടെ പ്രശ്നമില്ല, ഇടയ്ക്കൊന്നും ആവണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, പറഞ്ഞോളൂ. ഞാന് കണ്ണൂർ ജില്ലയിലാണ് കേട്ടോ. ഞാന് പാലക്കാട് അട്ടപ്പാടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഗോത്ര വിഭാഗക്കാർ ഒരുപാട് താമസിക്കുന്ന ഒരു ഏരിയയിലാണ് പഠിച്ചതും വളർന്നതും അവിടെ തന്നെയാണ്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 10th വരെ ഒരേ സ്കൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ മാനേജ്മെന്റ് നടത്തുന്നത് 2 സെക്ഷൻ ആയിട്ടാണ് അവർ നടത്തുന്നത്. LP, UP, ഹൈസ്കൂൾ വേറെ സെക്ഷൻ. ഇപ്പൊ അവിടെ ഹയർ സെക്കൻഡറി ഒക്കെ ആയിട്ടുണ്ട്. എൻ്റെ വീട് ബീച്ച് സൈഡാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ കടലോര മേഖലയിൽ കൂടുതൽ ബന്ധപ്പെട്ടെടുക്കുന്നത് എൻ്റെ ചെറുപ്പകാലൊക്കെ. ഞാൻ ഫസ്റ്റ് മുതൽ 7th വരെ പഠിച്ചത് ഒറ്റ സ്കൂളിലായിരുന്നു. അതിനുശേഷം വേറെ സ്കൂളിലോട്ട് മാറി. അപ്പോൾ എൻ്റെ സ്കൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ എഴുതിയിട്ടുണ്ട്, അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1906-ലാണ്. അപ്പോൾ മേ ബി ഈവൻ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുന്നേ തുടങ്ങി വെച്ച സ്കൂളാണ്. അതുകൊണ്ട് ഞാൻ അവിടെ 7th പഠിക്കുമ്പോഴായിരുന്നു സ്കൂളിൻ്റെ 100ാം വാർഷികം. അതൊരു 1 ഇയർ കംപ്ലീറ്റ് എടുത്തിട്ടാണ് നമ്മൾ ആഘോഷിച്ച് നാട് മൊത്തം. കാരണം നമ്മുടെ സ്കൂളെന്ന് പറഞ്ഞാൽ പിന്നെ ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു നാടിൻ്റെ മൊത്തം സ്കൂളാണ്. ഒരു ഇമോഷനാണ് അത്, വെറൊരു സ്കൂളല്ല. അത് എനിക്കായാലും പേഴ്സണലി അങ്ങനെ തന്നെ. ഇത്രയും വർഷം കഴിഞ്ഞ് ആ സ്കൂൾ അതുപോലെ തന്നെ ഉണ്ട്. ഇപ്പം എൻ്റെ 2 മക്കളും അവിടെ തന്നെയാണ് പഠിക്കുന്നത്. അപ്പം എനിക്ക് ഭയങ്കര ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ആണ് ആ സ്കൂളിനോട്.
ഓക്കെ, ഞാൻ പഠിച്ച സാഹചര്യം എന്ന് പറയുന്നത് നിലവില് ഇപ്പോഴാണെങ്കിലും അട്ടപ്പാടിയിൽ അങ്ങനെ ഡെയിലി വീട്ടിൽ നിന്ന് പോയി പഠിക്കാനുള്ള സാഹചര്യം കുറവുള്ള കുട്ടികൾ ഇന്നും ഉണ്ട്. ഞാൻ പഠിച്ച കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. അന്ന് സിസ്റ്റേഴ്സിന്റെ സ്കൂളാണ്. അപ്പൊ അവര് ഹോസ്റ്റലായിട്ട് നമ്മള് ഫീസ് ഒന്നും കൊടുക്കുകയൊന്നും വേണ്ട. അവരൊരു സോഷ്യൽ വർക്ക് മാതിരി തന്നെയാണ്. അവർക്ക് പുറത്തുനിന്ന് സ്പോൺസർ ചെയ്യാൻ ആൾക്കാരുണ്ട്. അപ്പൊ അവര് നമ്മളെ ഇങ്ങനെ കുറച്ച് പിള്ളേരെ, ഞാൻ നിൽക്കുന്ന സമയത്ത് 100-120 പേരൊക്കെ ഹോസ്റ്റലിൽ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഫീസ് ഒന്നും കൊടുക്കാനുണ്ടാവില്ല. പക്ഷെ അതിൻ്റെതായ കഷ്ടപ്പാടുകൾ ഉണ്ടാവുമായിരുന്നു. ഒരമ്മയുടെ അടുത്ത് നിന്ന് പഠിക്കുന്ന ഒരു സ്വാതന്ത്ര്യം ഒന്നും നമുക്ക് കിട്ടില്ല. നമ്മൾ പണിയെടുത്ത് തന്നെ അന്നും ജീവിക്കണമായിരുന്നു. അപ്പം ഇന്ന് നമുക്ക് കുഴപ്പമില്ല. പിന്നെ സ്കൂളിൽ പഠിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വർക്കുകളും നമ്മളെ കൊണ്ട് തന്നെ ചെയ്യിച്ച് തന്നെ ആണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ക്ലാസ് റൂമിൽ തന്നെ ഒതുങ്ങിയിരുന്ന ഒരു പഠിത്തമല്ലായിരുന്നു. ശരിക്കും ഒരു മോണ്ടിസോറി മെത്തേഡ് പോലെ തന്നെയായിരുന്നു അന്ന് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. നമ്മളെ ഒരു പീരീഡ് നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുവാണെങ്കിൽ പിന്നത്തെ ഒരു 2 പീരീഡ് നമ്മൾ പുറത്തായിരിക്കും. അന്ന് അവിടെ LP സ്കൂളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു മാവുണ്ടായിരുന്നു. ആ മാവിന്റെ ചോട്ടില് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പക്ഷികളെ പറ്റി, പക്ഷികളുടെ കൂടുകൾ അങ്ങനെയൊക്കെ പഠിക്കുന്നതൊക്കെ ശരിക്കും അവിടെ കൊണ്ട് നമ്മളെ കാണിച്ചു തന്നു തന്നെയായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നമ്മളെ 1-2 പഠിപ്പിക്കുകയൊക്കെ ശരിക്കും അബാക്കസ് 1-2 ഇട്ട് അങ്ങനെ ആ ഒരു ഇത് ഇട്ടാണ് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അന്നിപ്പോ ഇപ്പൊ നമ്മൾ കുട്ടികളുടെ അടുത്ത് എന്തെങ്കിലും മെറ്റീരിയൽസ് കൊണ്ടുവരാൻ പറഞ്ഞാൽ എന്തെങ്കിലും മേടിച്ചിട്ട് വരുമായിരുന്നു. അന്ന് നമുക്ക് അതിനുള്ള സാഹചര്യം ഇല്ല. അന്ന് ടീച്ചേഴ്സ് നമുക്ക് ചെയ്യുന്നത് കല്ലുകൾ പെറുക്കുക, ജസ്റ്റ് കമ്പുകള്, കല്ലുകള്, ഇലകള്. ഈ ഇലകൾ തന്നെയാണേലും 2 രീതിയിലുള്ള ഇലകൾ ഉണ്ടെങ്കിൽ ആ 2 രീതിയിലുള്ള ഇലകള് അത് ഓരോരുത്തരുടെ കഴിവനുസരിച്ച് നമുക്ക് ചെയ്യാമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു മെത്തേഡിലാണ് പഠിച്ചിരുന്നത്. അത് ഹൈസ്കൂളിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴും അവര് ഒരിക്കലും ഒരു ക്ലാസ് റൂമിൽ ഒതുക്കി കൂട്ടി പഠിപ്പിച്ച ഒരു മെത്തേഡ് അല്ലായിരുന്നു അവിടെ. ഇന്നും അങ്ങനെ തന്നെയാണ് നിലനിൽക്കുന്നത്. എൻ്റെ മോളിപ്പോ ആ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. അപ്പൊ അവക്ക് പഠിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിലി പോയി വരാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. ബസ് ഇപ്പൊ നമ്മുടെ മുറ്റത്തു നിന്ന് തന്നെ പോകും. പക്ഷെ എങ്കിലും കുറെ കുട്ടികൾക്ക് ഇപ്പോഴും അങ്ങനെ സാധിക്കുകയല്ല. ചിലര് റിലേറ്റീവ്സിന്റെ വീട്ടില് ഇന്ന് പിന്നെ ഹോസ്റ്റലിൽ നിർത്തുക എന്നുള്ള ഒരു മെത്തേഡ് സിസ്റ്റേഴ്സിന് ഒരുപാട് വിമർശനങ്ങൾ ഏറ്റതിന്റെ പേരിൽ നിർത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴാണേലും അവര് ഇപ്പൊ ഈ ടീച്ചർ പറയാറില്ലേ നമ്മളോട്, വേറെ എവിടെയെങ്കിലും ഒരു സ്കൂളിൽ അല്ലെങ്കിൽ മോണ്ടിസോറി സ്കൂളിൽ പോയിന്ന് നമ്മൾ കണ്ടിട്ട് വന്ന്, സിസ്റ്റേഴ്സ് ശരിക്കും അങ്ങനെ തന്നെയായിരുന്നു ഞങ്ങളെ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു എന്തെങ്കിലും ഒരു മെത്തേഡ് പഠിക്കുവാണെങ്കിൽ ആ ഒരു സാഹചര്യത്തിലേക്ക്, അന്നൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ JCB കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല. അന്ന് ആ ഒരു ഭാഗം വരുമ്പം അന്ന് എവിടെയാണോ ഒരു JCB പണിയുന്ന സ്ഥലം അവിടേക്ക് നമ്മളിങ്ങനെ സ്റ്റഡി ടൂർ മാതിരി കൊണ്ടുപോവുകയാണ്. ആ ക്ലാസ് റൂമിൽ നിന്ന് ഇപ്പോഴും പുറത്തേക്ക് അവര് ഇറക്കി കൊണ്ടുപോയി തന്നെയാണ് വളർത്തിയിരുന്നത്. അന്നും പാരന്റ്സ് ഒക്കെ ഒരിക്കലും പുറത്ത് പിള്ളേരെ ഇറക്കിയല്ല. ഇന്നും അങ്ങനെ തന്നെയാണ് അട്ടപ്പാടിയില് ഒരുപാട് ഏരിയയില്. അപ്പം സിസ്റ്റേഴ്സ് ആണ് അങ്ങനെ ഒരു പുറത്തേക്കൊരു ലോകം എങ്ങനെയാന്ന് കാണിക്കാനും പഠിപ്പിക്കുന്ന മെത്തേഡും അവര് അങ്ങനെ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ യൂണിഫോം ഒക്കെ ശരിക്കും പറഞ്ഞ അവര് പാവാട ഷർട്ട് അല്ലെങ്കിൽ ബെറ്റിക്കോട്ട് അങ്ങനെ ഒരു രീതിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം അവർക്ക് തന്നെ ഒരു ഇത് വന്നു. അവിടെ നിന്ന് വരുന്ന കുട്ടികൾ പുറത്തു പോയി കഴിയുമ്പോൾ അവരുടെ ഡ്രസ്സിങ്ങിന് വരാൻ വ്യത്യാസം വരുമ്പം ആണ് മാറ്റം ഉണ്ടാവുക എന്ന്. അവര് ശരിക്കും ഇപ്പൊ അവര് പാന്റ്, ഷർട്ട്, കോട്ട് ആ ഒരു മെത്തേഡിലേക്ക് അവര് തന്നെ പറയുകയുണ്ടായി. പുറത്തിറങ്ങി കഴിയുമ്പോൾ നമ്മൾ വസ്ത്രം പെട്ടെന്ന് മാറ്റി കഴിയുമ്പോൾ നമുക്ക് അതുമായിട്ടൊന്ന് പൊരുത്തപ്പെടാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഇപ്പോഴേ നമ്മൾ അതിൽ നിന്ന് ശീലിച്ചാൽ മാത്രമേ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ എന്ന് അവര് തന്നെ ചൂണ്ടിക്കാണിച്ച് അത് മാറ്റം വരുത്തുകയാണ്. അപ്പം ഞങ്ങൾക്കൊക്കെ അങ്ങനെ പറ്റിയിട്ടില്ല. പക്ഷെ ഇപ്പൊ നമ്മുടെ മക്കൾ വന്നപ്പോൾ അവർക്ക് അങ്ങനെ ഒരു മാറ്റം വരുത്താൻ പറ്റി. പഠിപ്പിക്കുന്ന മെത്തേഡ് ആണെങ്കിലും അങ്ങനെ തന്നെ. ക്ലാസ് എടുക്കുവാണേലും സെമിനാർ എടുത്തും പ്രൊജക്ട് എടുത്തും അന്നേ അവര് നമ്മളെ പഠിപ്പിക്കുമായിരുന്നു. 4 പേരുടെ മുമ്പിൽ എണീറ്റ് നിന്നിട്ട് ഒരു സെമിനാർ അവതരിപ്പിക്കാൻ നമുക്ക് കഴിയണമെന്ന് ഓരോരുത്തർക്കും അവസരം തരുമായിരുന്നു. പിന്നെ മോണ്ടിസോറി മെത്തേഡ് പോലെ തന്നെ പല കഴിവുള്ള പിള്ളേരെ അത് ഏതാ മെത്തേഡ് എന്നുള്ളത് കാണിച്ച് തന്നെ പഠിപ്പിക്കുമായിരുന്നു. അവർക്കുള്ള കഴിവനുസരിച്ച് അവരെ വളർത്താൻ ശ്രമിക്കുമായിരുന്നു. നല്ലൊരു സ്കൂളാണ്, ഇന്നും അത് നിലനിൽക്കുന്നു. അത് കേട്ടത് വളരെ സന്തോഷമായി. വെറൈറ്റി ആയിട്ടുള്ള, കാരണം എൻ്റെ ലൈഫിൽ നമ്മുടെ നാട്ടിൽ പോലും ആ ഒരു കാലഘട്ടത്തിൽ ചിന്തിക്കാൻ പറ്റാത്തൊരു രീതിയാണ് ഇതൊക്കെ. ഈ മോണ്ടിസോറി എന്ന് പറയുന്ന വാക്ക് പോലും ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് സത്യം പറഞ്ഞ ഒരു 2-3 വർഷമേ ആയിട്ടുള്ളൂ. അറിയില്ല അതിനെക്കുറിച്ചൊന്നും. അപ്പോൾ ആ ഒരു കാലത്തെ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നുണ്ട്.
നമ്മുടെ സ്കൂള് സാധാരണ ഗവൺമെന്റ് സ്കൂള് ഒരു പഴയ കാലത്തെ ഉള്ള ഒരു ട്രഡീഷണൽ വിദ്യാഭ്യാസ രീതി തന്നെയായിരുന്നു. നമുക്ക് ക്ലാസ് റൂമിൽ തന്നെയാണ് എന്ത് കാര്യങ്ങളായാലും അത് ഒതുങ്ങിക്കൂടുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ PT പീരീഡ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കളിക്കാൻ പറ്റുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഇയാളുടെ ഒരു ഇത് പറഞ്ഞപ്പോഴേ എനിക്ക് ആ പഴയ ഓർമ്മകൾ, നമുക്ക് നല്ല നല്ല അനുഭവങ്ങൾ കുറെ കിട്ടിയിട്ടുണ്ട്. ക്യാമ്പിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഇതുപോലെ പുറത്തേക്കൊക്കെ കൊണ്ടുപോകും. അതിപ്പോഴും ആ സ്കൂളിൽ നടക്കുന്നുണ്ട്. മഴ നനയൽ ക്യാമ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലാണ്, കേട്ടിട്ടുണ്ടോന്നറിയില്ല, മാടായിപ്പാറ എന്ന് പറഞ്ഞിട്ട് ജൈവ വൈവിധ്യത്തിന് പേര് കേട്ട ഒരു സ്ഥലമാണ്. അപ്പൊ അടുത്ത് തന്നെയാണ്. അപ്പൊ അവിടെ കൊണ്ടുപോകും. അത് വലിയ വിശാലമായ മല പോലെ കയറ്റുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ കൊണ്ടുപോയി മഴ നനയിക്കുക. അത് ജൈവ വൈവിധ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നെറ്റിലൊക്കെ അടിച്ചു നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അത്രയും ഫേമസാണ്. പുറത്തുനിന്നൊക്കെ ആൾക്കാർ വരാറുണ്ട്. അപ്പൊ അവിടെയുള്ള ഓരോ സസ്യങ്ങളെയും ചെറിയ ചെറിയ പ്രാണികൾ അതിനൊക്കെ നിരീക്ഷിക്കാനുള്ള ഒരു അവസരമൊക്കെ ആ സമയത്തെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അത് അവർ ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 1 ഡേ ക്യാമ്പ് എന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ തന്നെ സ്റ്റേ ചെയ്യാനുള്ള ഒരു ഭാഗ്യമൊക്കെ നമുക്ക് കിട്ടിയില്ല. അതൊന്നും ലൈഫിൽ മറക്കൂല. ഈ പറഞ്ഞ പോലെ സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് കുട്ടികൾ, പാരന്റ്സ് അനുവദിക്കുന്ന കുട്ടികൾ സ്കൂളിൽ തന്നെ ബെഞ്ചിന്റെയും ഡെസ്കിന്റെ മേലെ ഒരു രാത്രി മുഴുവൻ നമ്മൾ ഈ ക്യാമ്പ് ഫയർ ഒക്കെ ചെയ്ത് കിടന്നുറങ്ങി, സ്കൂളിൽ തന്നെ എല്ലാവരും കൂടെ പിന്നെ ഷെയർ ചെയ്ത് വെജിറ്റബിൾസ് ഒക്കെ ഫുഡ് ഉണ്ടാക്കി കഴിച്ച്, അതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ്. സത്യം പറഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ ക്ലാസ് റൂമിൽ എന്ത് പഠിച്ചു എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ ഒരു വാക്ക് പോലും ഓർമ്മയില്ല. ഇന്നും എന്താണ് വാല്യൂ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. നമ്മളെ ബീച്ചിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ കാലത്ത് പറയാൻ ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു, നമ്മളെ നാട്ടിലായിരുന്നു, അടുത്താണ് ഈ ഏഴിമല നേവൽ അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഏഴിമല എന്നതും അതുപോലെ ഒരുപാട് കാടും മലയൊക്കെ നിറഞ്ഞൊരു സ്ഥലമാണ്. അപ്പോൾ ആ ഒരു പ്രായത്തിൽ തന്നെ നമ്മൾ ാനകളിലാക്കി ഓൾമോസ്റ്റ് അതിന്റെ പീക്ക് അവർക്ക് നമുക്ക് നടന്നെത്തും പോകുന്ന രീതിയിൽ ഒരു പീക്കിൽ കൊണ്ടുപോയി ഇറക്കി കംപ്ലീറ്റ് സ്കൂൾ വരെ നമ്മൾ നടന്നിട്ട് കൊണ്ടുപോകും. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ജനറേഷനിലെ കുട്ടികൾ നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റൂല. ആ കുട്ടികൾക്ക് അങ്ങനെ അത്രയും ദൂരം നടന്നിട്ട് വരാൻ പറ്റും. ഒരേ ടൈം ഒരു ടൂറായി കുട്ടികൾക്ക് പരിസരം നോക്കി, മരങ്ങൾ നോക്കി, അവിടെ കണ്ട ജന്തുക്കൾ നോക്കി, അത് വഴി റോഡില് കാട്ടിന്റെ ഉള്ളില് തോട്ടത്തിന്റെ ഉള്ളിൽ കയറി ഇരുന്ന് ഭക്ഷണം കഴിച്ച്, അങ്ങനെ ഒരു നമ്മുടെ പക്ഷെ പറഞ്ഞ തെണ്ടി അത്രയും രസമായിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് സ്കൂളിലോട്ട് എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ കുറിച്ച് ഡയറക്റ്റ് എഴുതാൻ വേണ്ടി കോമ്പറ്റീഷൻ ഒക്കെ വെച്ചു. എനിക്ക് പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ. ഇങ്ങനെ കുറെ നല്ല നല്ല അനുഭവങ്ങൾ പിന്നെ ആ സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സ്കൂള് പിന്നെ സ്റ്റിൽ ഇപ്പോഴും അത് ഇപ്പോഴും ഈവൻ ഗവൺമെന്റ് സ്കൂളാണെങ്കിൽ കൂടെ അത് പ്രവർത്തിച്ചു പോരുന്നത്. ഇപ്പൊ നമുക്ക് അതിനെ സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന കാലത്ത് പണി ഓടുന്ന കെട്ടിടാണ്. ഇപ്പോഴും നിൽക്കുന്നുണ്ട്. പുതിയൊരു കെട്ടിടത്തിലോട്ട് മാറാൻ ഇവൺ അവർക്ക് അതിന്റെ ഗവൺമെന്റ് ഫണ്ട് പാസ്സായിട്ട് കൂടി സ്ഥലമില്ല എന്നുള്ളൊരു പ്രോബ്ലം കൂടി അങ്ങനെ കുറെ സ്ഥലം ഫേസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ എന്താ അറിയില്ല, നിലവിലെ കാലഘട്ടത്തിൽ നല്ല സൗകര്യങ്ങളും ഇതൊക്കെ തേടി പോകുന്നോണ്ടാന്ന് തോന്നുന്നു. നമ്മുടെ കാലത്ത് ആൾക്കാരുടെ ഇടയിൽ വേറൊരു ഓപ്ഷൻ ഇല്ലാതിരുന്നൊരു സമയമായിരുന്നു. GMU സ്കൂൾ എന്ന് പറഞ്ഞ വേറൊരു സ്ഥലത്തേക്ക് ആരും ചേർക്കില്ല സത്യം പറഞ്ഞ. പക്ഷെ ഇപ്പൊ ഒരുപാട് സ്കൂളുകളും അധികരിച്ചു. നമ്മുടെ സ്കൂളിന്റെ ഒരു ശോചനീയാവസ്ഥയാണ് എന്താണെന്ന് അറിയില്ല. ഇപ്പൊ അഡ്മിഷനൊക്കെ കുറച്ച് കുറവാണ്. പക്ഷെ അവിടുത്തെ ടീച്ചേഴ്സ് മാക്സിമം അതിന്റെ ആ ഒരു പൈതൃകം സൂക്ഷിക്കാൻ വേണ്ടി അത്രയും കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ അത് നമുക്കത് ഫീൽ ചെയ്തുകൊണ്ടാണ് നമ്മൾ വേറൊരു ഓപ്ഷൻ നമ്മുടെ മക്കളെ നോക്കാതെ കൊണ്ടുപോയി ഓക്കെ നജ്ല ആൻഡ് അജി, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ഷെയറിങ്. ഒരു നാടിന്റെ വികാരവും അഭിമാനവുമായ 2 സ്കൂളുകളെ പറ്റി നമ്മളിപ്പോ കേട്ടു അല്ലേ. കേട്ടപ്പം അവിടേക്ക് ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് തോന്നി. രാജിയുടെ സ്കൂളിലെ സിസ്റ്റേഴ്സിനപ്പൊ ഒരു ഇൻസൈറ്റ് ഉണ്ടായിരുന്നു കാണും മോണ്ടിസോറി മെത്തേഡിനെ കുറിച്ച്. സോ ശരിക്കും നിങ്ങൾ ആ ഒരു ഫീൽഡിൽ തന്നെ നല്ല രീതിയിൽ തന്നെ അവിടെ പഠിച്ചു, കുട്ടികളെയും അവിടെ തന്നെ ചേർത്തു, നസ്ലയും കുട്ടികളെ ആ സ്കൂളിൽ തന്നെ ചേർത്തു. സ്കൂളുകൾ കൂടി വരുമ്പോൾ പലപ്പോഴും അഡ്മിഷന്റെ ഇഷ്യൂസ് അത് ശരി തന്നെയാണ്. അപ്പൊ അതിനനുസരിച്ച് അവർ ഇംപ്രവൈസ് ചെയ്യണം പുതിയ പുതിയ മെത്തേഡ്സ്. നമ്മൾ പഠിക്കുമ്പോൾ കുറച്ചുകൂടെയൊക്കെ ഇങ്ങനെയുള്ള സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. അതാണ് നമ്മുടെ മക്കൾ ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് കിട്ടാത്ത ചില സൗകര്യങ്ങളുള്ള സ്കൂളുകൾ നോക്കി പലപ്പോഴും നമ്മളും പോകുന്നത്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും കുട്ടികളെ അവിടെ തന്നെ ചേർത്തു, കാരണം നിങ്ങൾക്ക് ആ ഒരു വിശ്വാസം, ആ സ്കൂളിനോടുള്ള ആ ഒരു അടുപ്പം ഒക്കെ വെച്ചിട്ട്.
എന്തായാലും നന്നായി വരട്ടെ. ഇതുപോലെ പലർക്കും അവരവരുടെ സ്കൂളിനെ പറ്റി പലതും പറയാനുണ്ടാവും. നിങ്ങൾ എല്ലാം മനസ്സിലാലോചിച്ച് വെക്കുക. അപ്പൊ നമുക്ക് ഇന്നത്തെ ദിവസത്തേക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ നൈസ് ഡേ. സ്കൂളിനെ പറ്റി പറയുമ്പോൾ നമ്മളും നമ്മളുടെ സ്കൂളിലേക്കൊക്കെ ഒന്ന് പോയി തോന്നും. ഞാനും പോയി, നിങ്ങൾ എല്ലാവരും പോയിട്ടുണ്ടാവും. സോ താങ്ക് യു സോ മച്ച് ആൻഡ് വിൽ മീറ്റ് നെക്സ്റ്റ് വീക്ക്. Thank you. Thank you, ma'am. മാം ഒരു കാര്യം ചോദിച്ചോട്ടെ ശരി. മാം, മൗണ്ടസോറി ടീച്ചർ ട്രെയിനിങ്ങിന് വേണ്ടി നമ്മളിപ്പോൾ ആ മൗണ്ടസോറി സിസ്റ്റം ഉള്ള അതേ സ്കൂളിൽ തന്നെ നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ ഫീസ് കെട്ടണോ? ട്രെയിനിങ്ങിനാണോ? ആ അതെ. ടീച്ചിങ് പ്രാക്ടീസിന് പോണേനാണ്? ഇതുവരെ ഒരു സ്കൂളും അങ്ങനെ ചോദിച്ചു. ഞാനിപ്പോൾ നമ്മുടെ വീടിന് ഒരു 5 കിലോമീറ്റർ അകത്ത് തന്നെ ഉള്ള ഒരു സ്കൂളിൽ ഞാൻ പോയി ചോദിച്ചായിരുന്നു. അപ്പോൾ അവർ പറയുന്ന അവിടെ ട്രെയിനിങ് ആകെ 15 ദിവസമേ തരുള്ളൂ. ആ തരുന്ന അവിടെ ഫീസ് നമ്മൾ കെട്ടണം എന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കാര്യം കേൾക്കുന്നത്. അത് മോണ്ടിസോറി സ്കൂളാണോ? ആ മോണ്ടിസോറി സ്കൂളാണ്. അങ്ങനെ ചോദിച്ചത് മനസ്സിലാവില്ല. ഞാനും കേട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അവൻ്റെ അടുത്തൊന്ന് ചോദിച്ചിട്ട് കേറാന്ന് പറഞ്ഞിട്ട് പിന്നെ. ഞാൻ ചെയ്തത് പ്യുവർ മോണ്ടിസോറി സ്കൂളിലായിരുന്നു ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തത്. എന്റെ ടീച്ചിങ് പ്രാക്ടീസ് ടൈം കഴിഞ്ഞ് അവർ എന്നോട് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. അവരെനിക്ക് ചെറിയൊരു പേയ്മെന്റ് തരുകയും ചെയ്തു. നമ്മൾക്ക് പേയ്മെന്റ് തന്നില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അവിടെ ട്രെയിനിങ് ചെയ്യാനുള്ള ഒരു അവസരമാണ് നമ്മൾ പോയി ചോദിച്ചത്. അപ്പൊ അവർ ആദ്യം നമ്മളിങ്ങനെ ഓൺലൈനാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ അവർക്കൊരു മടി പോലെ കാണിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നോർമലായ രീതിയിൽ തന്നെ ഞങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നുണ്ട്, റെക്കോർഡും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ട്രെയിനിങ് വേണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോയി ചോദിച്ചത്. അപ്പൊ അവര് അവിടുത്തെ മാനേജ്മെന്റുമായി സംസാരിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. എന്നിട്ട് അവർ പറയുമ്പോൾ ഇപ്പൊ അവർ ചോദിക്കുന്ന 15 ദിവസത്തിന് 3000 റുപ്പീസ് പേ ചെയ്യണമെന്ന് പറഞ്ഞു. ക്രൈറ്റീരിയ വെച്ചിന് നമ്മളവിടെ നിന്ന് വേണ്ടാന്ന് വെച്ച് പോവാൻ വേണ്ടിട്ട് പറഞ്ഞാണ്. അല്ല, അവിടെ കഴിഞ്ഞ വർഷവും ഇതേപോലെ പിള്ളേർ വന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്കും ഇതുപോലെ പൈസ ഉണ്ടെന്ന് പറഞ്ഞപ്പോ വേറെ ആരും പറയുന്നത് കേട്ടില്ല ഇതുപോലെ, അതുകൊണ്ട് ചോദിച്ചത്. ആരും അങ്ങനെ ഒരിടത്തും ഇതൊന്നും കുട്ടികൾ പോയവരാരും പറഞ്ഞില്ല. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മളുടെ റിസോഴ്സ് കംപ്ലീറ്റ് അവിടെ കൊടുക്കാനായിട്ടാണ് പോകുന്നത്. നമ്മളുടെ എല്ലാ എഫേർട്ടും നമ്മൾ എടുക്കാനാ പോകുന്നത്. അവരെ പേയ്മെന്റ് ചോദിക്കേണ്ട കാര്യമില്ല. ഇനി അത് നല്ല സ്കൂളാണ്, പ്രസ്റ്റീജിയസ് ആണെന്ന് തോന്നുവാണെങ്കിൽ ഇഫ് യു ആർ റെഡി ദെൻ യു ക്യാൻ ഡു. പക്ഷെ വേറെ നോക്കാം. അല്ല മാം, അവിടെ മാം പറഞ്ഞ ഈ സിറ്റുവേഷനിലുള്ള എല്ലാ രീതികളും ആ സ്കൂളുണ്ട്. നമുക്ക് ഭയങ്കര കംഫർട്ടാണ്. മൗണ്ടസോറി എല്ലാ സിസ്റ്റവും അവിടെ ഉണ്ട്. നന്നായി ചെയ്യാനും നമുക്കൊരു ഇതാണ്. മെറ്റീരിയൽസ് മനസ്സിലാക്കാനും ചെയ്യാനും മാം പറഞ്ഞ അതേ ഇപ്പൊ മറിയ മോണ്ടിസോറിന്റെ എല്ലാ സിസ്റ്റം രീതികളും അവിടെ കറക്റ്റ് ആണ്. അതേ രീതിയിലാണ് വരുന്നത്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ തന്നെ പോയി ചോദിച്ചു. ഗവൺമെന്റ് സ്കൂളുകളിൽ ഒരുപാട് ചോദിച്ചപ്പോൾ അവർക്ക് വന്നോളാൻ പറഞ്ഞു, 1 മാസം വരെയൊക്കെ ചെയ്യാനും വന്നോളാനും പറഞ്ഞു. പക്ഷെ അവിടെ ഈ മൗണ്ടസോറി സിസ്റ്റത്തിലുള്ള സംഭവങ്ങൾ അവിടെ ഇല്ല. ഇവിടെ ആവുമ്പോ അത് കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ പോയി ചോദിച്ചേ. അപ്പൊ അവര് പറഞ്ഞു പൈസ കെട്ടണം എന്ന് പറഞ്ഞു. അവിടെ നേരത്തെ ചെയ്തവരെയൊക്കെ അറിയാമോ? അവരെയൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് നമ്മൾ അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നോണ്ട് നമുക്ക് നഷ്ടമുണ്ടോ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുവാണെങ്കിൽ. നമ്മൾക്ക് അങ്ങനെ ഒരു പരിചയമില്ല. പക്ഷെ അവിടെ പഠിക്കുന്നുണ്ട്. അവിടെ തന്നെ മൗണ്ടസോറി ടീച്ചറിന് വേറെ പിള്ളേർ പഠിക്കുന്നുണ്ട്. അവരവിടെ ട്രെയിനിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങളുടെ പിള്ളേർ തന്നെ ഇവിടെ ട്രെയിനിങ്ങിന് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ 15 ദിവസം തരാം, അത്രയേ ഉള്ളൂ എന്നും പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ഫീസ് കൊടുക്കുന്നത് എവിടെയും കേട്ടിട്ടില്ല അല്ലേ മാം? കേട്ടിട്ടില്ല. പിന്നെ അതുകൊണ്ട് വേർത്താണ്, നമുക്കത് വളരെ ഗുണം ചെയ്യും. നമുക്ക് ഫർദർ നമ്മളൊരു ഇന്റർവ്യൂവിനോ എല്ലാം റെസ്യൂമെ ഒക്കെ അയക്കുമ്പോൾ നമുക്ക് ഈ സ്കൂളിൽ ചെയ്തു എന്നുള്ളത് കൊണ്ട് നമുക്കൊരു കൂടുതലായ ഒരു ക്രെഡിറ്റ് കിട്ടുവാണെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിൽ കുഴപ്പമില്ലാന്ന് തോന്നുവാണെങ്കിൽ ചെയ്യാം. എവിടെയും കേട്ടിട്ടില്ല, ആരും ഇതുവരെ പേ ചെയ്ത് പോയിട്ടില്ല. അതെല്ലേ, അപ്പൊ ഒന്ന് നോക്കാം. തിങ്കളാഴ്ച വരാൻ പറഞ്ഞിട്ടുണ്ട് അവര്. ശരി. ഓക്കെ മാം, താങ്ക് യു.